Good morning everyone. Welcome to Adda247 Malayalam channel. This is Hindu Sebastian. Welcome to the Hindu Editorial of 19th April 2022. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡീറ്റെയിൽഡ് ആയിട്ട് ആർട്ടിക്കിൾസ് അനലൈസ് ചെയ്യാം. ഇംഗ്ലീഷ് വൊക്കാബ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിച്ചു വിടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സെഷൻ്റെ പ്രത്യേകത എല്ലാ എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സെഷനാണിത്. അതിപ്പോൾ UPSC ലെവൽ എക്സാം നോക്കുന്നവരാണ്, KS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ ബാങ്കിങ്, SSC, ESIC, PSC എക്സാംസ്, ഏത് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിലും ഈ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ് കൂട്ടിയെടുക്കാം, നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ബിൽഡപ്പ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ വൊക്കാബ് ഓരോ ദിവസവും നിങ്ങൾ പോലും അറിയാതെ നമുക്ക് ബിൽഡപ്പ് ചെയ്ത് നമുക്ക് ഇൻക്രീസ് ചെയ്തേ എടുക്കാം. അതുപോലെ തന്നെ ഓഫ് കോഴ്സ് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ്, അല്ലെങ്കിൽ നിങ്ങളുടെ നമ്മൾ പറയില്ല കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. സോ വെൽക്കം ടു ദ സെഷൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സെഷൻ ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം തന്നെ കോട്ട് ഓഫ് ദി ഡേ, അതിനുശേഷം നമ്മൾ ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ആർട്ടിക്കിളിൽ നേരെ പോയിട്ട് നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, തൊട്ട് മുമ്പ് ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ആർട്ടിക്കിൾ ഓഫ് ദ ഡേ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു. ടോൺ ഓഫ് ദ പാസേജ് നമ്മൾ നോക്കുന്നു. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. സോ ദിസ് ഇസ് ഹൗ വി ഡു അവർ സെഷൻ. വെൽക്കം വൺസ് അഗൈൻ. ഗുഡ് മോർണിംഗ്. നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോട്ട് ഇതാണ്: ഇഫ് യു ഫെൽ ഡൗൺ യെസ്റ്റർഡേ, സ്റ്റാൻഡ് അപ്പ് ടുഡേ. ഇന്നലെ വീണിട്ടുണ്ടാവും അല്ലേ? ഇന്നലത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിട്ട്, ഡിഫിക്കൽട്ടായി തോന്നി. നമ്മൾ ചിലപ്പോൾ വീണിട്ടുണ്ടാവും. വീണെടുക്കുന്നിടത്ത് കിടക്കാൻ പാടുണ്ടോ? ഇല്ല. വീണു, ഇസ് ഡൺ. അത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എണീക്കണം. യു ഹാവ് ടു സ്റ്റാൻഡ് അപ്പ് ടുഡേ. ഇന്ന് എണീറ്റ് നിൽക്കണം. എണീറ്റ് നിന്നിട്ട് മുന്നോട്ട് പോകണം. യു ഹാവ് ടു മൂവ് ഓൺ അല്ലേ? ഒരു കാര്യം നടന്നു വിചാരിച്ച് അതിനെപ്പറ്റി ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. യു ഹാവ് ടു ടേക്ക് ദി റിസ്ക്, മൂവ് ഫോർവേഡ് ആണ് അല്ലേ? എണീറ്റ് നിൽക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. വീണെടുത്ത് തന്നെ കിടക്കാതെ എണീറ്റ് നിൽക്കാൻ ശ്രമിക്കാം. സോ അതാണ് ഇന്നത്തെ നമ്മുടെ കോട്ട്. അപ്പോൾ മറക്കണ്ട, ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് സർവൈവൽ. അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഐഷ കോഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റുന്നില്ലേ? ഐഷ എന്താ ചെയ്തേ? ഐഷ ഒരു കാര്യം ചെയ്യോ, എനിക്ക് ഒന്ന് മെയിൽ അയക്കാവോ? എനിക്കൊരു മെയിൽ അയക്ക് ആൻഡ് വിൽ ടോക്ക്. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മെയിൽ ID അറിയാവോ? ഓക്കെ, അത് ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. ഓക്കെ, rindu.sebastian@adda247.com എന്നാണ് എൻ്റെ ഒഫീഷ്യൽ ഇമെയിൽ ID. അപ്പോൾ ഐഷനോട് മെയിൽ അയച്ചു തരാം. ആൻഡ് ഇഫ് യു കുഡ് സെൻഡ് മീ യുവർ ഫോൺ നമ്പർ, ഐ വിൽ കോൺടാക്ട് യു. ഞാൻ വിളിച്ചോളാം. ഓക്കെ, എനിക്ക് ഒരു മെയിൽ അയച്ചോളൂ ആൻഡ് നമ്മൾ കോൺടാക്ട് ചെയ്ത് സംസാരിച്ച് പറഞ്ഞുതരാം. ഓക്കെ ഐഷ, ഫൈൻ ഐ ഗസ്. അത് ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? അപ്പോൾ നമ്മുടെ കോട്ടൊക്കെ കിട്ടിയല്ലോ. അപ്പോൾ ഇന്ന് 2 ആർട്ടിക്കിളുള്ളൂ. ഒന്ന് നമ്മുടെ പൊളിറ്റിക്കൽ ആർട്ടിക്കിളാണ്. BJP ഇലക്ഷനെ പറ്റിയും റിസൾട്ട്സിനെ പറ്റിയും ബൈപോൾസിനെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് വളരെ സിമ്പിൾ റീഡാണ്. വൊക്കാബ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, കുറച്ച് വൊക്കാബ് ഉണ്ട്. ബട്ട് സിമ്പിൾ റീഡാണ്. ഈ വൊക്കാബ് പഠിച്ചതിന് ശേഷം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന റീഡാണ്. ഇറ്റ്സ് നത്തിങ് മോർ ഇമ്പോർട്ടൻറ്റ് ഓൺ കണ്ടന്റ് ലെവൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് എസൻസ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ബട്ട് നമുക്ക് ഇന്ന് വേറൊരു ആർട്ടിക്കിൾ വരുന്നുണ്ട് അബൌട്ട് ദ ടെലികോം സെക്ടർ. ടെലികോം സെക്ടറിനെ പറ്റിയൊരു ഡീറ്റെയിൽ ആയിട്ട് അനലിറ്റിക്കലായ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് ടെലികോം സെക്ടർ ആകുമ്പോൾ ഓഫ് കോഴ്സ് അറിയാം 5Gയെ പറ്റി, 5G സർവീസസിനെ പറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ലോഞ്ചിനെ പറ്റിയും അതിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ എന്തായാലും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. സോ ദാറ്റ് ഈസ് അവർ ആർട്ടിക്കിൾ ഫോർ ടുഡേ. അതാണ് അപ്പോൾ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, ക്ലിയർ ചെയ്യാം. ഓക്കെ, ഐഷ മനസ്സിലായില്ലെന്നാണോ പറഞ്ഞേ? ഓക്കെ, മനസ്സിലായില്ലെന്നാണോ പറഞ്ഞേ? പക്ഷേ ഇതാണ് കാര്യം. ആ ഇമെയിൽ ID ഉണ്ടോ? ആ ഇമെയിൽ IDക്ക് എനിക്കൊരു മെയിൽ അയക്കാം. ആ മെയിലിലോട്ട് ഐഷയുടെ നമ്പർ കൂടെ അയച്ചിട്ടുള്ളൂ. അപ്പം ഞാൻ വിളിക്കാൻ പറ്റുന്ന നമ്പറിലോട്ട് അയക്കാം. അപ്പം ഞാൻ വിളിക്കാം. എന്നിട്ട് ഐ കോൺടാക്ട് യു ആൻഡ് ഐ ടെൽ യു വാട്ട് ടു ഡു. ഞാൻ എന്നിട്ട് പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടതെന്ന്. കേട്ടോ, കത്തിയോ? സംഭവം പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ ആർട്ടിക്കിൾ ഏതാ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വൺ വേർഡ്, ഫ്രേസൽ വേർബ്സ്, ഇഡിയംസിലോട്ടൊക്കെ പോയാലോ? സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഇഡിയം. ആദ്യത്തെ ഇഡിയം നമ്മൾ കുറേ നാളായി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇഡിയമാണിത് അല്ലേ? റിപ്പിൾ ഇഫക്റ്റ്. റിപ്പിൾ ഇഫക്റ്റ് മീൻസ് വാട്ട്? എ സീരീസ് ഓഫ് ഈവൻറ്റ്സ്. ഒരു ചെയിൻ റിയാക്ഷൻ ആണ്. ഹാപ്പനിങ് ആസ് എ റിസൾട്ട് ഓഫ് എ പെർട്ടിക്കുലർ ആക്ഷൻ. ഒരു ആക്ഷൻ നടന്നു, അല്ലെങ്കിൽ ഒരു ഇവന്റ് നടന്നു, അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട്, അതിൻ്റെ ഔട്ട്കം ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ആയിട്ട് ഒരുപാട് ആക്ഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഹാപ്പനിങ്. അതിന് നമ്മൾ പറയുന്ന പേരാണ്
റിപ്പിൾ ഇഫക്റ്റ് എന്ന് ഓർത്ത് വെച്ചോണേ. എ സീരീസ് ഓഫ് ഇവൻറ്റ്സ് ഹാപ്പനിങ് ആസ് എ റിസൾട്ട് ഓഫ് എ പെർട്ടിക്കുലർ ആക്ഷൻ, അതിന് നമ്മൾ എന്ത് പറയും? നമ്മുടെ റിപ്പിൾ ഇഫക്റ്റ് എന്ന് പറയും. കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്നതാണെന്ന് വിചാരിക്കാം. അടുത്താണ് നോക്കി, ഫ്രേസൽ വേർബ് ആണ് റോൾ ഔട്ട്. ഇന്ന് നിങ്ങൾ 2 റോൾ ഔട്ട് കാണും. ഒന്ന് നൗൺ റോൾ ഔട്ട് ആണ്, മറ്റേത് ഫ്രേസൽ വേർബ് റോൾ ഔട്ട് ആണ്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ ബെയിൽ ഔട്ട് പോലെ, ബെയിൽ ഔട്ട് ഫ്രേസൽ വേർബ്, ബെയിൽ ഗ്യാപ്പ് ഇല്ലാതിട്ട് അത് നമ്മുടെ നൗണായി. അതുപോലെ തന്നെ റോൾ ഔട്ട്. ഇന്ന് നിങ്ങൾ റോൾ ഔട്ട് എന്ന ഈ വാക്കും കാണും, ഗ്യാപ്പ് ഇല്ലാതെ, ഒന്നെങ്കിൽ ഹൈഫൻ ഇട്ടിട്ട്, ഇല്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ലൈക്ക് ദിസ്, ഓർ അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം കേട്ടോ, ഗ്യാപ്പ് ഇല്ലാതെ എഴുതാം, റോൾ ഔട്ട്. ഇത് രണ്ടും കറക്റ്റ് ആണ്, നൗൺ യൂസേജ് ആണ്. ഓർത്തോണം, റോൾ ഔട്ട്. റോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ മീനിങ് ഇത് തന്നെയാണ്, ലോഞ്ച്, ഇൻട്രൊഡക്ഷൻ, അങ്ങനെ തന്നെ അർത്ഥം. അല്ല മേക്ക് അവൈലബിൾ എന്നുള്ള അർത്ഥം. ഓക്കെ, റോൾ ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോഞ്ച് എ ന്യൂ പ്രൊഡക്റ്റ് സർവീസ്, ഒരു പുതിയ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ മേക്ക് ഇറ്റ് അവൈലബിൾ ഫോർ ദ പബ്ലിക്, പബ്ലിക്കിന് അവൈലബിൾ ആക്കുകയാണ്, അല്ലെങ്കിൽ അതിനെ ലോഞ്ച് ചെയ്യാണ്, അതിന് നമ്മൾ പറയുന്ന പേരാണ് റോൾ ഔട്ട്. നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് തവണ റോൾ ഔട്ട്. വാക്സിൻ്റെ കാര്യം പറയും എപ്പോഴും നമ്മൾ റോൾ ഔട്ട് ഓഫ് വാക്സിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാറുണ്ട് അല്ലേ. അപ്പോൾ റോൾ ഔട്ട്. ആൻഡ് അടുത്തത് ഇസ് സ്ട്രൈക്ക് ഡൗൺ. അടിച്ചു വീഴ്ത്തുക എന്നൊരു അർത്ഥം ഉണ്ട് അല്ലേ. കിൽ സംവൺ, സ്ട്രൈക്ക് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിൽ എന്ന അർത്ഥം കൂടി ഉണ്ട്. ഹാമി, ഉപദ്രവിക്കുക, ഓർ കിൽ എന്നുള്ള അർത്ഥമുണ്ട്. അത് കൂടാതെ സ്ട്രൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഗലി അല്ലെങ്കിൽ നമ്മളൊരു ഫോർമൽ വേയിൽ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു എന്ന് പറഞ്ഞാൽ അനൽ ചെയ്തു. അനൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇല്ലാണ്ടാക്കുക അല്ലെ, നള്ളിഫൈ ചെയ്യുക, അതാണ് അനലിയ. ഹാമിയ ഓർ കില്ലിയ കേട്ടോ, രണ്ടും വരുന്നുണ്ട്, കില്ലിയ വരും. അതുപോലെ തന്നെയാണ് അനലിയ എന്ന് പറയുന്നതിൻ്റെ അതേപോലെ തന്നെ നമുക്ക് പറയാം ഓർ നള്ളിഫൈ ചെയ്യുക, ഇല്ലാണ്ടാക്കുക. ഇപ്പോൾ ഒരു നിയമമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു നിയമം പ്രാബല്യത്തിലുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു. എ ലോ ഇസ് സ്ട്രക്ക് ഡൗൺ, ഇസ് സ്ട്രക്ക് ഡൗൺ. പാസ്റ്റ് ടെൻസ് വരുമ്പോൾ V3 വരുമ്പോൾ സ്ട്രക്ക് ആണ്. സ്ട്രൈക്ക്, സ്ട്രക്ക് ആൻഡ് സ്ട്രക്ക് അഗൈൻ. ഓർത്തോണം, സ്ട്രക്ക് ആണ്, STRUCK, സ്ട്രക്ക്. അപ്പോൾ സ്ട്രൈക്ക് ഡൗൺ, സ്ട്രക്ക് ഡൗൺ. അപ്പോൾ സ്ട്രക്ക് ഡൗൺ ആയി ഒരു ലീഗൽ ആക്ഷൻ, ലോ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു, അല്ലെങ്കിൽ പ്രപ്പോസൽ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു എന്ന് പറയുമ്പോൾ നള്ളിഫൈ ചെയ്തു, അല്ലെങ്കിൽ അനൽ ചെയ്തു, ക്യാൻസൽ ചെയ്തു എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യെസ്. 5G ബിഡിങ്ങിനെ പറ്റിയ അത് തന്നെ, 5G ഇനിഷ്യൽസിനെ പറ്റിയാണ് ഹരി. യെസ്. ബ്ലാക്ക് ലവർ ഇംഗ്ലീഷ് പ്രോ കോഴ്സ് നടക്കുന്നത് നമ്മുടെ ആപ്പില്ലേ. ബ്ലാക്ക് ലവർ ഇപ്പോൾ ആപ്പ് വഴിയാണ് കയറുന്നെങ്കിൽ ആപ്പ് വഴി, വെബ്സൈറ്റ് വഴിയെങ്കിൽ വെബ്സൈറ്റ് വഴി, എങ്ങനെയും കയറാം. നമ്മുടെ അക്കൗണ്ട് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ അക്കൗണ്ടിൽ കോഴ്സ് പർച്ചേസ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അക്കൗണ്ട് എടുത്തിട്ട് ആ 3 ഡോട്ട്സുള്ള മുകളിൽ നോക്കുമ്പോൾ പേരുണ്ടാവുമല്ലോ, ഏത് പേരാണെന്ന് വെച്ചാൽ പേരുണ്ടാവുമല്ലോ. ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴോട്ട് വരുമ്പോൾ ലൈവ് ക്ലാസ് കിടക്കുന്നതാണ്. ലൈവ് ക്ലാസ് ക്ലിക്ക് ചെയ്യുക, അവിടെ ഇംഗ്ലീഷ് പ്രോ എന്ന് പറഞ്ഞ കോഴ്സ് കിടപ്പുണ്ടാവും, അതവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കറക്റ്റ് 3:30 ആകുമ്പോഴേക്കും വരും. ഓക്കെ, അങ്ങനെ ക്ലാസ് കാണാൻ പറ്റും. ഓക്കെ, ഹായ് അലോറാഡ്, ഗുഡ് മോർണിംഗ്. Did you study ripple effect in physics? Yes. According to Article 13, the Honorable Supreme Court has the power to strike down any law which is seemed to be. ഈസ് ഉപയോഗിക്കുവാണെങ്കിൽ എന്ത് വേണം? പാസീവ് വോയിസ് ഉപയോഗിക്കുന്നത് ചിപ്പി. ഈസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ V3 ഉപയോഗിക്കണം. വിച്ച് ഈസ് സീംഡ് ടു ബി എന്ന് കൊടുക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ഈസ് കട്ട് ചെയ്താൽ കറക്റ്റാണ്. വിച്ച് സീംസ് ടു ബി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ കേട്ടോ. വിച്ച് സീംസ് ടു ബി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ പക്കാണ്. അല്ലാതെ ഇനി പാസിവൈസ് ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാം, നോ പ്രോബ്ലം. ബട്ട് പാസിവൈസ് ചെയ്യുമ്പോൾ B+V3 ഫോമാണ്. ബി ആണല്ലോ ഈസ്, അപ്പോൾ V3 ഫോം കൊടുക്കണം. വിച്ച് ഈസ് സീംഡ് ടു ബി. അപ്പോൾ ഏറ്റവും നല്ലത് ആ ഈസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ സംഭവം സെറ്റായി. ഓക്കെ, ഒന്ന് ഓർക്കാം. ഹായ് ആദിത്യ, ഗുഡ് മോർണിംഗ്. ഓക്കെ, യെസ്. സോ അടുത്ത വാക്ക് മാൽഫിസൻസ്. മാൽഫിസൻസ് കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇത് വളരെ ഫോർമലായ ലീഗൽ ടേം ആണ് കേട്ടോ. ഇത് വളരെ ഫോർമലായ ഒരു യൂസേജ് ആണ്, ലീഗൽ ടേം ആണ്. മാൽഫിസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോങ് ഡൂയിങ് ബൈ എ പബ്ലിക് ഒഫീഷ്യൽ. ഒരു പബ്ലിക്, നമ്മുടെ പൊതുസേവകനുണ്ടല്ലോ, പൊതുസേവകന്റെ ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു മിസ്കോണ്ടക്ട്, റോങ് ഡൂയിങ് അല്ലെങ്കിൽ മിസ്കോണ്ടക്ട് ഓഫ് എ പേഴ്സൺ, അതിന് പറയുന്ന പേരാണ് മാൽഫിസൻസ്. ഓക്കെ, മിസ്കോണ്ടക്ട് എന്ന് പറഞ്ഞാൽ മിസ്ബിഹേവിയർ, അതാണ് മിസ്ബിഹേവിയർ അല്ലെങ്കിൽ റോങ് ഡൂയിങ്. എന്തൊരു തെറ്റ് ചെയ്തു അങ്ങേര് തെറ്റായ രീതിയിൽ എന്തോ ചെയ്തു, മിസ്കോണ്ടക്ട് നടത്തി, അല്ലെങ്കിൽ റോങ് ഡൂയിങ്, അങ്ങേരുടെ റോങ് ഡൂയിങ്, അവര് മനസ്സിലായോ? ബൈ എ പബ്ലിക് ഒഫീഷ്യൽ. ഒരു പബ്ലിക് ഒഫീഷ്യലിന്റെ എന്താ പറയുക, നല്ല നടപ്പല്ല, മനസ്സിലായോ? തെറ്റായ നടപ്പ്, അതിന് നമ്മൾ പറയും മാൽഫിസൻസ്. ഓക്കെ, ഓർത്തോണം മാൽഫിസൻസ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മാൽ എന്ന വാക്ക്, നിങ്ങൾ എവിടെ മാൽ എന്ന വാക്ക് കേട്ടാൽ നിങ്ങൾ ഓർത്തോ, ആ മാൽ എന്ന വാക്ക് എപ്പോഴും ഒരു പ്രിഫിക്സ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെഗറ്റീവ് മീനിങ് ആണ്. മാൽ ന്യൂട്രീഷൻ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? മാൽ പ്രാക്ടീസ്. എക്സാം ഹോളിൽ ഡു നോട്ട്
do not have any malpractice. If we notice any malpractice in the auditorium or അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, കോളേജിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, malpractices are strictly prohibited എന്ന് കേട്ടിട്ടുണ്ടാവും. സോ malpractice അങ്ങനെ mal എന്ന വാക്കിന് നെഗറ്റീവ് മീനിങ് ആണ്, ഓർത്ത് വെച്ചോളാം. അടുത്ത phrasal verb is end up. End up ചെയ്യുക മീൻസ് റീച്ച് എ പെർട്ടിക്കുലർ പ്ലേസ് ആക്സിഡൻ്റലി, അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ അവിചാരിതമായിട്ട് നമ്മളൊരു പെർട്ടിക്കുലർ പ്ലേസിലെത്താം. പെർട്ടിക്കുലർ പ്ലേസിൽ ലിറ്ററൽ പ്ലേസ് ആയിരിക്കില്ല, ഒരവസ്ഥയിൽ എത്തിച്ചേരുക. മനസ്സിലായോ? എൻഡ് അപ്പ് യു എൻഡ് അപ്പ് ഗുഡ്, നീ നല്ല രീതിയിൽ എത്തിയല്ലോ. യു എൻഡ് അപ്പ് വെൽ, നീ നല്ല രീതിയിൽ, നീ രക്ഷപ്പെട്ടല്ലോ മോനെ എന്ന് ചോദിക്കുക, അതാണ് യു എൻഡ് അപ്പ് വെൽ. അല്ലെങ്കിൽ യു എൻഡ് അപ്പ് ബാഡ്ലി, നീ എന്ത് ഇങ്ങനെ, യു എൻഡ് അപ്പ് ടെറിബിളി, നീ ഇങ്ങനെ ആയിപ്പോയല്ലോടാ എന്നൊക്കെ നമ്മൾ പറയുന്നില്ല. അപ്പോൾ പോസിറ്റീവ് സെൻസിലും നെഗറ്റീവ് സെൻസിലും പറയാം യു ആർ റീച്ചിങ് എ പെർട്ടിക്കുലർ പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് ഓഫ് പ്ലേസ്, ആ ഒരു അവസ്ഥയിൽ എത്തുക, ബട്ട് അത് അറിഞ്ഞുകൊണ്ടല്ല അവിചാരിതമായിട്ട് എത്തുക, ഇതിനെയാണ് എൻഡ് അപ്പ് എന്ന് പറയാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. യെസ്, endosulfan pesticides for cashew crops has created a ripple effect for human natives there. ഒരു പ്രശ്നമുണ്ടല്ലോ നീതു, എന്നും പറ്റുന്ന മിസ്റ്റേക്കാ. നോക്കിയേ, എൻഡോസൾഫാൻ പെസ്റ്റിസൈഡ്സ് പ്ലൂറലാണ് കൊടുത്തേക്കുന്നത്. അപ്പം എങ്ങനെ ഹാസ് വരിക? തെറ്റിയില്ല അവിടെ. നോക്കിയേ, എൻഡോസൾഫാൻ പെസ്റ്റിസൈഡ് ആയിരുന്നെങ്കിൽ ഹാസ് ആയിരുന്നു. ഇനി പെസ്റ്റിസൈഡ്സ് ആണെങ്കിൽ അവിടെ നമുക്ക് ഹാവ് കൊടുക്കാൻ പറ്റുള്ളൂ. സി, സിംഗുലർ ആണ് സബ്ജക്റ്റ് എങ്കിൽ സിംഗുലർ വേർബ് കൊടുത്തു, ദാറ്റ്സ് ഫൈൻ. ബട്ട് പ്ലൂറൽ ആണ് സബ്ജക്റ്റ് എങ്കിൽ നെവർ എവർ ഗിവ് സിംഗുലർ വേർബ്, അവിടെ പ്ലൂറൽ വേർബ് തന്നെ കൊടുക്കാം. അത് നമ്മുടെ എന്താ പറയുക, കോൺകോഡിലെ ഫേസ്റ്റ് റൂളാണ്. എല്ലാ തവണയും തെറ്റിക്കാണ് നീതു, അടി കിട്ടാറായിട്ടുണ്ട് കേട്ടോ. Okay, the law should be stringent to stop malfeasance in public offices. Yes, that's great. Company rolled out their new product. Okay, there we go, great. Kerala government rolled out K-Swift for pumping their revenue, as well as they decided to strike down KSRT services. Nullify cancel KSRTC services. Okay, fine, great. അപ്പോൾ നമുക്ക് അടുത്തലോട്ട് പോകാം. തീർന്നിട്ടില്ല, ഈ സെറ്റ് തീർന്നിട്ടില്ല, അടുത്ത സെറ്റിലോട്ട് കൊണ്ടുപോവാണ്. Okay, touch wood. That accident ended up in a positive manner. That incident ended up. Past tense അല്ലേ കാണിക്കുന്നത്, ചിപ്പി പാസ്റ്റ് ടെൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. എൻഡിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? ended up. അല്ലെങ്കിൽ ദാറ്റ് ഇൻസിഡന്റ് ആകുമ്പോൾ ends up വരട്ടെ, നടന്നു എന്നുള്ളതല്ലേ. ഇത് പാസ്റ്റ് അല്ലേ കൊടുത്തേക്കുന്നത്, അപ്പോൾ ended up കൊടുക്കുക, പാസ്റ്റ് ടെൻസ് ended up. ഇല്ലെങ്കിൽ തെറ്റിയില്ലേ, സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ് കൊടുക്കണ്ടേ. സോ ദാറ്റ് ഇൻസിഡന്റ് ended up. Okay, Atmanirbhar Bharat financial program has been rolled out by Nirmala Sitharaman. Yes. Okay. Okay. അപ്പോൾ ശ്രദ്ധിച്ചോണം, നീതു എപ്പോഴും തെറ്റുന്നുണ്ടെങ്കിൽ അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവെയർ ഓഫ് ഇറ്റ് കേട്ടോ. പീപ്പിൾ ആർ എൻഡ് അപ്പ് കോവിഡ് ഇല്ലില്ല, ഇങ്ങനെ എത്തി, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ എത്തി, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ആക്സിഡന്റിൽ ഇങ്ങനെ അവസ്ഥയിൽ എത്തി എന്നല്ലേ. അപ്പം പീപ്പിൾ എൻഡഡ് അപ്പ്, പീപ്പിൾ എൻഡഡ് അപ്പ് ബാഡ്ലി അല്ലെങ്കിൽ പീപ്പിൾ എൻഡഡ് അപ്പ് ടെറിബിളി, മോശമായ രീതിയിലെത്തി ബിക്കോസ് ഓഫ് COVID-19 എന്ന് കൊടുത്തു, ബൈ COVID-19 പാൻഡമിക് കൊടുത്തു, പ്രശ്നമില്ല. എൻഡഡ് അപ്പ് എങ്ങനെ എൻഡഡ് അപ്പ് ആയി, എൻഡഡ് അപ്പ് സംതിങ്, എൻഡഡ് അപ്പ് അഫക്റ്റഡ് അത് കൊടുത്തു, അതിലും പ്രശ്നമില്ല. എൻഡഡ് അപ്പ് അഫക്റ്റഡ് അല്ലെങ്കിൽ എൻഡഡ് അപ്പ് പെനിലെസ്, പൈസ ഇല്ലാത്തവരായി മാറി, അങ്ങനെയും പറഞ്ഞു, ഒരു പ്രശ്നമില്ല. അപ്പം ഇങ്ങനെ കൊടുക്കുക, പീപ്പിൾ എൻഡഡ് അപ്പ് പെനിലെസ്, പൈസ ഇല്ലാണ്ടായി ബൈ COVID-19 പാൻഡമിക് എന്ന് അങ്ങ് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും കൊടുത്തു, ലൈക്ക് ഒരു എങ്ങനെ എന്നുള്ളത് കൊടുക്കണം. റീച്ച് എ പെർട്ടിക്കുലർ പ്ലേസ്, ഏത് പ്ലേസിലെത്തി, എങ്ങനെ എത്തി എന്നുള്ള രീതി കൊടുക്കണ്ടേ. സോ യു നീഡ് എ ഒബ്ജക്റ്റ് ദർ, അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അഡ്വേർബ് എങ്കിലും കൊടുക്കാം, രീതി ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. എൻഡപ്പിൻ്റെ കൂടെ ഓർ എൻഡപ്പിൻ്റെ കൂടെ. ഓക്കെ വിദ്യ യാ, മൈ കമ്പനി വിൽ റോൾ ഔട്ട് ആർ അപ്ഡേറ്റഡ് ആപ്പ് ഓൺ നെക്സ്റ്റ് വീക്കോ. തെറ്റ് ചിപ്പി, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഡ്വേർബാണ്. നെക്സ്റ്റ് വീക്ക് അഡ്വേർബൽ എക്സ്പ്രഷൻ, അടുത്ത വീക്കിൽ. അവിടെ ഓൺ വേണ്ട, പ്രിപ്പോസിഷൻ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കില്ല. വിത്ത് അഡ്വേർബ് ഓഫ് പ്ലേസ്, അഡ്വേർബ് ഓഫ് ടൈം എക്സെട്ര, അതിലൊന്നും കൊടുക്കില്ല. സോ റിമെമ്പർ, മൈ കമ്പനി വിൽ റോൾ ഔട്ട് ആർ അപ്ഡേറ്റഡ് ആപ്പ് നെക്സ്റ്റ് വീക്ക്, അവിടെ ഓൺ വേണ്ട കേട്ടോ, ശ്രദ്ധിക്കാം. ഹി എൻഡഡ് അപ്പ് ഹിസ് ലൈഫ് ഡ്യൂ ടു ഫിനാൻഷ്യൽ ബേർഡൻ. അത് മീനിങ് മാറി, അവിടെ എൻഡഡ് അപ്പ് വേണ്ടല്ലോ. ഹി എൻഡഡ് ഹിസ് ലൈഫ്, അവൻ്റെ ലൈഫിന് വിരാമം ഇട്ടു, അതല്ലേ, സുസൈഡ് ചെയ്തു എന്നല്ലേ. അപ്പോൾ ഇങ്ങനെ കൊടുക്കാം, ഹി എൻഡഡ് ഹിസ് ലൈഫ് മതി, അവിടെ അപ്പ് വേണ്ട. അവിടെ അതിൻ്റെ മീനിങ് മാറിപ്പോയില്ലേ നീതു, എൻ്റെ മീനിങ് മാറി കേട്ടോ. എൻഡഡ് അപ്പ് ഒരിക്കലും കില്ലിയ എന്നല്ല അർത്ഥം, എൻഡപ്പിയെ കില്ലിയ എന്നല്ല അർത്ഥം, ഇല്ലാണ്ടാക്കാന്നും അല്ല അർത്ഥം, മനസ്സിലായോ? ഇല്ലാണ്ടാക്കവർക്ക് ഇല്ല, ഇറ്റ്സ് നോട്ട് ദ മീനിങ് കേട്ടോ. എൻട്രി ഓഫ് COVID-19 മെയ്ഡ് റിപ്പിൾ എഫക്ട്സ് ഇൻ ഓൾ. ഓക്കെ, ഓൾ റൈറ്റ് യാ. മൂവിങ് ഓൺ, അടുത്തത് നെക്സ്റ്റ് സെറ്റ്. ഇല്ല ഫോർഡ് കേട്ടുണ്ടോ? ഇല്ല ഫോർഡ് കേൾക്കുമ്പോൾ 3 ആയിട്ട് തോന്നുന്നു. ഇതാണ് സംഭവം, ഐ ആണ് ആദ്യത്തെ ഐ.
ഇൽ അഫോർഡ് നോക്കാം. ഇൽ അഫോർഡ് എന്ന ഫ്രേസിന്റെ അർത്ഥം ഇതാണ്. അൺഏബിൾ ടു അഫോർഡ്, നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, നമ്മളെ കൊണ്ട് മേടിക്കാനുള്ള ഒരു ശേഷി ഇല്ല, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലാത്താണെങ്കിൽ അഫോർഡബിൾ ആണെന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ, അഫോർഡ് ചെയ്യാൻ പറ്റും. ദ കമ്പനി ക്യാൻ ഇൽ അഫോർഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ഇങ്ങനെയാണ്, വി ക്യാൻ ഇൽ അഫോർഡ് ഇറ്റ്. നെഗറ്റീവ് ആയതുകൊണ്ട് കാണ്ട് കൊടുക്കരുത് കേട്ടോ, ക്യാനേ കൊടുക്കുള്ളൂ, പോസിറ്റീവേ കൊടുക്കാവുള്ളൂ. നെഗറ്റീവ് വേർഡിൻ്റെ കൂടെ പിന്നെ നമ്മൾ 2 നെഗറ്റീവ് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം, വി ക്യാൻ ഇൽ അഫോർഡ് ഇറ്റ്, നമുക്കത് മേടിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ആ യൂസേജ് ഒന്ന് ശ്രദ്ധിക്കും. ഞാൻ പറയാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നതാണ് വി ക്യാൻ ഇൽ അഫോർഡ് ഇറ്റ്, അത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് പറയില്ലേ. അപ്പോൾ അല്ലെങ്കിൽ ദ കമ്പനി ക്യാൻ ഇൽ അഫോർഡ് ഇറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. ഇൽ അഫോർഡ് നെഗറ്റീവ് മീനിങ് ആണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, അൺഏബിൾ ടു അഫോർഡ് എന്നാണ് അർത്ഥം. അഫോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മേടിക്കാൻ സാധിക്കുക അല്ലേ, നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. അതിപ്പോൾ ഓർത്ത് വെച്ചോളൂ. ഇൽ അഫോർഡ് നെഗറ്റീവ് ആണെന്നുള്ള മനസ്സിലായി, ഇല്ലെന്ന് പറയുമ്പോൾ തന്നെ ഓർത്തുള്ളത് നെഗറ്റീവ് മീനിങ് ആണ്. അടുത്ത ഫാഗ് എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് പാർട്ട്, ആൻഡ് ഇറ്റ് ഈസ് ദ വേഴ്സ്റ്റ് പാർട്ട്. എല്ലാം ഉപയോഗിച്ചൊക്കെ തീർന്ന് അവസാനം ഇരിക്കുന്നില്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത് ഫാഗ് എൻഡ് ഓഫ് സംതിങ്. ഫാഗ് എൻഡ് ഓഫ് സംതിങ് മീൻസ് ലാസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് പാർട്ട് ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആണ്, അതേപോലെ വേഴ്സ്റ്റ് പാർട്ടാണെങ്കിൽ യു സേ ഫാഗ് എൻഡ് ഓഫ് സംതിങ് എന്ന് പറയാം. ഫാഗ് എൻഡ് ഓർത്തോണം, നമ്മളിത് ആദ്യമായിട്ടല്ല പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഫാഗ് എൻഡ് മീൻസ് ലാസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് പാർട്ട് ഓഫ് സംതിങ്. ഓക്കെ, ഓർത്തോണം. പിന്നെ നിങ്ങൾക്ക് ലിറ്റ്മസ് പേപ്പർ ഒക്കെ കേട്ടില്ലേ? ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഗറേറ്റീവ് സ്പീച്ച് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ഇറ്റ് ഇസ് എ ലിറ്റ്മസ് ടെസ്റ്റ് ഫോർ ദ BJP, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ലിറ്റ്മസ് ടെസ്റ്റ് ഫോർ ദ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതാണ് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ. ഈ ടെസ്റ്റാണ് നമ്മുടെ അടുത്ത് എങ്ങോട്ടേക്ക് പോകണം, നമ്മുടെ വിധി നിർണ്ണയിക്കാൻ പോകുന്ന ഈ ടെസ്റ്റാണ്. അങ്ങനെ എന്താ പറയുക, എന്താണ്, അങ്ങനത്തെ ഒരു നിമിഷമാണ്, നിർണായകമായ മുഹൂർത്തം എന്നൊക്കെ നമ്മൾ പറയില്ലേ, നിർണായകമായ ഒരു ടെസ്റ്റാണെന്നൊക്കെ പറയില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നിർണ്ണയിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് മേക്കിംഗ് എ ഡിസിഷൻ ഫോർ യുവർ നെക്സ്റ്റ് മൂവ്മെന്റ്, അടുത്ത മൂവ്മെന്റിലോട്ട് അല്ലെങ്കിൽ അടുത്ത ഗ്രോത്ത്, അടുത്ത പാർട്ടിലോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ഡിസൈഡിങ് ഫാക്ടർ ഈ ടെസ്റ്റ് ആണെങ്കിൽ ദാറ്റ് ഇസ് ലിറ്റ്മസ് ടെസ്റ്റ്. ദാറ്റ് മീൻസ് ഡിസിസീവ്ലി ഇൻഡിക്കേറ്റീവ് ടെസ്റ്റ്. വളരെ ഡിസിസീവ് ആയിട്ടുള്ള ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടെസ്റ്റിനെയാണ് ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, സയൻസിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലിറ്റ്മസ് ടെസ്റ്റ്? അത് വേറെ ആയി. അപ്പോൾ ഇവിടെ നമ്മൾ ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആയിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്, ലിറ്ററലി ടെസ്റ്റ് എന്ന രീതിയിലല്ല. മനസ്സിലായില്ലേ? ഓക്കെ, അടുത്തത് വെദർ ദ ചാലഞ്ച്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വെദർ ദ ചാലഞ്ചിന് പകരം വെദർ ദ സ്റ്റോം കേട്ടിട്ടുണ്ടല്ലോ. അതാണ് ശരിക്കുള്ള നമ്മുടെ ഇഡിയം, വെദർ ദ സ്റ്റോം ആണ്. ഇന്ന് ഇവിടെ കൊടുത്തേക്കുന്ന വെദർ ദ ചാലഞ്ച് എന്ന എക്സ്പ്രഷനാണ്. വെദർ ദ സ്റ്റോമും വെദർ ദ ചാലഞ്ചും ഒരേ മീനിങ് ആണ്. വെദർ ദ സ്റ്റോം മീൻസ് ഡീൽ വിത്ത് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അതായത് കരകയറുവാണ്, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ കഷ്ടപ്പെട്ട് കരകയറുക, യു ഡീൽ വിത്ത് ദാറ്റ് വിതൗട്ട് എനി ഹാം, പ്രശ്നമൊന്നും ഇല്ലാതെ രക്ഷപ്പെടുവാണ്, ഡീൽ ചെയ്യുവാണ് അതിന് നമ്മൾ പറയും വെദർ ദ സ്റ്റോം. അത് തന്നെയാണ് വെദർ ദ ചലഞ്ച് എന്ന് പറയാൻ കേട്ടോ. വെദർ ദ ചലഞ്ച് മീൻസ് ഡീൽ വിത്ത് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ഹാം ഒന്നും ഇല്ലാതെ രക്ഷപ്പെടുവാണ്, അതിനെയാണ് നമ്മൾ പറയുക വെദർ ദ സ്റ്റോം ഓർ വെദർ ദ ചാലഞ്ച് എന്ന് പറയാം. ഓർത്ത് വെച്ചോളും കേട്ടോ. ഓക്കെ, ക്ലിയർ? ഡ്യൂ ടു ഫിനാൻഷ്യൽ ക്രൈസിസ് ആ കമ്പനി വിൽ ഇൽ അഫോർഡ് ടു അപ്പോയിന്റ് ന്യൂ എംപ്ലോയീസ്. ദാറ്റ്സ് റൈറ്റ്, ദാറ്റ്സ് ഗ്രേറ്റ്. മനസ്സിലായോ? ഇൽ അഫോർഡിൻ്റെ കൂടെ ഒരിക്കലും നെഗറ്റീവ് ഉപയോഗിക്കരുത്, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി നെഗറ്റീവ്. അപ്പം നിങ്ങൾ എന്ത് കൊടുക്കണം? അതുകൊണ്ട് പോസിറ്റീവ് ഇത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത് നമുക്ക് കുറച്ചധികം ഫ്രേസസ്, വൺ വേർഡ് ഒക്കെ ഉണ്ട്, കണ്ടു കാണുമായിരിക്കും. നമുക്കൊന്ന് ജസ്റ്റ് നോക്കിവിടാം. റിപ്പിൾ എഫക്റ്റ്, roll out, strike down, malfeasance, end up, ill afford, fag end, litmus test, weather the challenge or weather the storm. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചോളാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, കുറച്ച് വാക്കുകളാണ് നമ്മൾ എക്സ്പ്രഷൻസ് ആണ് പഠിക്കാത്തതായിട്ടുള്ളൂ. അത് നോട്ട് ചെയ്ത് വെച്ചോളാം. മറ്റേ നമുക്ക് എപ്പോഴും റിവിഷൻ്റെ കാര്യമായി അല്ലേ. സോ അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ആർട്ടിക്കിൾസ് വായിക്കുമ്പോൾ നിങ്ങളത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ അത് വരും, മീനിങ് ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ വരും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെപ്പിറ്റീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ടീച്ചിങ് കേട്ടോ, അല്ലെങ്കിൽ പഠിക്കത്തിൽ. വെൻ യു സ്റ്റഡി സംതിങ്, ലേണിംഗ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റെപ്പറ്റീഷൻ. റിവൈസ് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഓൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആർ എ ലിറ്റ്മസ് ടെസ്റ്റ് ഫോർ ആസ്പിറൻസ്. യെസ്, ഇറ്റ് ഈസ്. അത് തന്നെ, അത് അഭിനയ. യെസ്, റൈറ്റ്, എക്സാക്ട്ലി. അപ്പോൾ നമുക്ക് നേരെ പോവാം നമ്മുടെ സിനോണിംസിലോട്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ 17% ഡിസ്കൗണ്ട് എല്ലാ കോഴ്സുകൾക്കുള്ള കാര്യം നിങ്ങൾ അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ കോഴ്സുകൾ വന്നിട്ടുള്ളവരെയൊക്കെ നിങ്ങൾക്ക് അറിയാം. കോഴ്സ് എടുക്കാൻ ഇത്ര ചെയ്താൽ മതി. ഒന്നുകിൽ Adda247 ആപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതിൽ പോയിട്ട് കോഴ്സ് എടുക്കാം. അപ്പോൾ അതിൽ കോഴ്സ് എടുക്കുമ്പോൾ ആദ്യമേ ശ്രദ്ധിക്കണം, നിങ്ങളവിടെ നിങ്ങളുടെ എക്സാം ക്രൈറ്റീരിയ എടുക്കുമ്പോൾ ബാങ്കിങ്ങോ SSCയോ അങ്ങനെ ഒന്നും എടുത്തു വെക്കരുത്. അവിടെ സ്റ്റേറ്റ് എക്സാംസ് ഇപ്പോൾ സ്റ്റേറ്റ് എക്സാംസിൽ ക്ലിക്ക് ചെയ്തിട്ട് കേരള സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്ത് വെക്കണം. എന്നാലേ നിങ്ങൾക്ക് നമ്മുടെ കേരള പ്രൊഡക്റ്റ് കിട്ടുള്ളൂ കേട്ടോ, കേരള കോഴ്സസ് കിട്ടുള്ളൂ.
അതുപോലെ തന്നെ ഇപ്പോൾ വെബ്സൈറ്റ് ആണെങ്കിൽ Adda247.com നോക്കിയാൽ മതി. Adda247.com കയറി കഴിഞ്ഞാൽ ഓൾ എക്സാംസ് നോക്കുക. അവിടെ കൃത്യമായിട്ട് സ്റ്റേറ്റ് എക്സാംസ്, കേരള എക്സാംസ്, അവിടെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകൾ കാണാൻ പറ്റും. കോഴ്സുകൾ എടുക്കുക, ഏതാ കോഴ്സ് എടുക്കുക, ഓഫർ നോക്കുക. ഓഫറിൽ നിങ്ങൾക്ക് കോഡ് കൊടുത്താൽ മതി. ഓൾറെഡി അവിടെ 15% ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. ബട്ട് നിങ്ങൾക്ക് 15% അല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ കിട്ടും. 17% ഡിസ്കൗണ്ട് കിട്ടും ഇഫ് യു യൂസ് എ കോഡ്. അപ്പം നമ്മുടെ കോഡ് ഇതാണ് Y314, Y314 എന്ന കോഡ് ഉപയോഗിച്ച് കൊടുക്കുക. എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് കിട്ടും നമ്മുടെ കോഴ്സിൻ്റെ കറക്റ്റ് എമൗണ്ട് കിട്ടും. ഇപ്പോൾ യജ്ഞ കോഴ്സ്, നമ്മുടെ ബാങ്കിങ് കോഴ്സ് ഉണ്ട് നമുക്കവിടെ. അപ്പോൾ ബാങ്കിങ് കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 1700 രൂപ, 700 സംതിങ് ആണ് കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് 17% ഡിസ്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1400 സംതിങ്ങിന് ഇത് കിട്ടും. 1500 രൂപയ്ക്ക് അതുപോലും ഇല്ല, 200 ചില്ലറ രൂപയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് കിട്ടും. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? കോഡ് മറക്കണ്ട, Y314 എന്ന കോഡ് അടിച്ചു കൊടുത്താൽ മതി, Y314. അപ്പോൾ ഏപ്രിൽ 26 നമ്മുടെ ബാങ്കിങ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫൗണ്ടേഷൻ കോഴ്സാണ്. ബാങ്കിങ്ങിലോട്ട് തിരിയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ബാങ്കിങ് എക്സിസ്റ്റ് ചെയ്യുന്നവരുണ്ട്, നമുക്ക് ബേസ് ഇല്ലാതിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യു മസ്റ്റ് ഹാവ് എ സ്ട്രോങ് ഫൗണ്ടേഷൻ. അതുണ്ടെങ്കിലേ നമുക്ക് ബാങ്കിങ് വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് പക്കായിട്ട് പോകണം. അതുകൊണ്ടൊരു ഫൗണ്ടേഷൻ കോഴ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 26-ാം തീയതിയാണ്. 3 ക്ലാസ്സുകളുണ്ടാവും. 1.5 മണിക്കൂറിൻ്റെ 3 ക്ലാസ്സുകൾ, 11, 5, 7:30 അങ്ങനെയുള്ള സമയത്തിൽ കേട്ടോ. അതുപോലെ ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് പ്രോ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കോഴ്സ് ഇന്ന് ഏപ്രിൽ 19 ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2 ക്ലാസ്സാണുള്ളത്. 3 മണിക്കൊരു ക്ലാസ്, 3:30 അല്ല 3 മണിക്ക്, 3 മണിക്കൊരു ക്ലാസ്സും 8:30 ഒരു ക്ലാസ്സും ഉണ്ട്. അങ്ങനെ 2 ക്ലാസ്. ഒരു ദിവസം ഉണ്ട്, അടുത്ത ദിവസം ഉണ്ടാവില്ല. അങ്ങനെ ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണ് ക്ലാസ്സുകൾ പോകുന്നത് കേട്ടോ. കോംപ്രിഹെൻസീവ് ക്ലാസ് ആണ്, 75 മണിക്കൂറുണ്ട്. അതിൽ നമ്മൾ കോംപ്രിഹെൻഷൻ, അതുപോലെ വൊക്കാബ് ആൻഡ് ഗ്രാമർ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കും. കേരള PSC എഴുതാൻ പോകുന്നവർക്കാണെങ്കിലും, UPSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിലും, ബാങ്കിങ്, SSC, ESIC, നിങ്ങൾ ഏത് എക്സാമാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എല്ലാ എക്സാംസും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. ജോയിൻ ചെയ്യാത്തവർ ഇനിയും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്, പഠിച്ചു വിടുക. കാരണം നമ്മൾ എല്ലാ എക്സാമും നോട്ടിഫിക്കേഷൻ വന്നിട്ടേ പഠിക്കുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന നത്തിങ് വാസ് ഗോയിങ് ടു വർക്ക്. അവസാനം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക, അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് കിട്ടിയില്ല. ആലോചിച്ച് നോക്കി, ഇതിലും മുമ്പ് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അവർ ലിസ്റ്റ് കയറിപ്പോൾ ഉറപ്പായിട്ടും. സോ അതെല്ലാം ഒരു ടൈമിങ്ങിൻ്റെ ഇതുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും തന്നെ ബി പ്രിപ്പയർഡ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ചാടിക്കയറി എടുക്കണ്ടേ. അതുകൊണ്ട് ഓർത്തുള്ള നമ്മൾ ഓപ്പർച്യൂണിറ്റി വരുന്നവരെ വെയിറ്റ് ചെയ്തിരിക്കരുത്. ചിലരെന്ത് ചെയ്യുന്നറിയോ, ദേ ആർ ഓൾവേസ് പ്രിപ്പയർഡ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി വരട്ടെ, വന്ന് കഥയും മുട്ടട്ടെ, വേഗം ചാടിക്കയറി എടുക്കാം എന്ന് വിചാരിക്കും. നമ്മളെന്ത് ചെയ്യും, ഓപ്പർച്യൂണിറ്റി വരട്ടെ എന്നിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. അങ്ങനെ വിചാരിച്ചിരുന്ന നത്തിങ് വിൽ വർക്ക് കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ. വി ഹാവ് ടു ഹാവ് എ ജോബ് അല്ലേ. അപ്പം നമുക്ക് സിനോണിംസിലോട്ട് പോകാം, കാര്യങ്ങളിലോട്ട് എത്താം. അപ്പം ഇന്നത്തെ ആദ്യത്തെ സിനോണിം ഇതാണ് വയബിലിറ്റി. നമ്മൾ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വയബിൾ എന്ന അഡ്ജക്റ്റീവിൻ്റെ നൗൺ ഫോർമുലേഷനാണ് ITY. എപ്പോഴും ITY വരുമ്പോൾ ഓർത്തോണം, അതൊരു നൗൺ ഫോർമുലേഷൻ ആയിരിക്കും. TY ഓക്കെ, ഓർത്താൽ മതി. അപ്പം വയബിലിറ്റി മീൻസ് വർക്കബിലിറ്റി, ഫീസിബിലിറ്റി, പ്രാക്ടിക്കാലിറ്റി. അപ്പോൾ വയബിലിറ്റി ഏതിൻ്റെ ആയിരിക്കും? വയബിൾ എന്ന വാക്കിൻ്റെ അഡ്ജക്റ്റീവ് ആയിട്ടുള്ള വയബിൾ എന്ന വാക്കിൻ്റെ നൗൺ ഫോർമുലേഷൻ ആണ്. അപ്പോൾ വയബിൾ ആണെന്ന് പറഞ്ഞാൽ വർക്കബിൾ ആണ്, നടക്കും, കാര്യങ്ങൾ നടക്കും. ഫീസിബിൾ ആണ്, പ്രാക്ടിക്കൽ ആണ്. ഇറ്റ്സ് പ്രാക്ടിക്കൽ, ഇറ്റ്സ് എന്താണ്, എഫക്റ്റീവ് നടക്കുന്ന കാര്യമാണ് അല്ലേ. എഫക്റ്റീവ് ആണ്, മനസ്സിലായോ? എഫക്റ്റീവ്, ഇറ്റ്സ് ഇഫക്റ്റീവ്, മനസ്സിലായോ? എഫക്റ്റിൽ വരും, അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റും. എഫക്റ്റീവ് അർത്ഥം ഇവിടെ അല്ല, ഇവിടെ കൊണ്ട് വയബിൾ എഫക്റ്റീവ് ആണ്, ഫ്രൂട്ട്ഫുൾ ആണ് എന്നുള്ള അർത്ഥം. എഫക്റ്റിൽ വരും, സാധിക്കും, എഫക്റ്റീവ്. സോ അതിൻ്റെ നൗൺ ഫോർമുലേഷൻ ആണ് വയബിലിറ്റി, വർക്കബിലിറ്റി, ഫീസിബിലിറ്റി, പ്രാക്ടിക്കാലിറ്റി. ആദ്യമായിട്ട് പഠിക്കുന്നതല്ല, എന്നാലും പഠിച്ചു പറയുന്ന കാര്യമുള്ളൂ കേട്ടോ. ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, ലെറ്റ് മീ സീ യുവർ സെന്റൻസസ് എന്നിട്ട് ബാക്കിയിലോട്ട് പോലെ. KSRTC's daily dose is ill afford to the management and they weather this challenge with it. That's why the government, that's why ഒരു അപ്പസ്ട്രോഫി വേണം, that is why കേട്ടോ ഹരി, that is why, that കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫി then is, that's why the government rolls out K-Swift for managing their losses. അവിടെ പ്രശ്നമുണ്ടല്ലോ, നഷ്ടം എന്നുള്ളത്. ഈ നീ ഉദ്ദേശിക്കുന്ന ലോസ് എന്താണെന്നറിയോ ഹരി? വീണ്ടും ശ്രദ്ധിച്ചോണേ, ലോസ് എന്ന് പറയുന്നത് ഇപ്പം നീ പറഞ്ഞ ലോസ് അല്ല, ഇറ്റ്സ് ലൂസ് ചെയ്യുക എന്ന വാക്കിൻ്റെ ഇത് V1 ആണ്, ഇതിൻ്റെ V5 ആണ് നീ എടുത്തേക്കുന്നത് ലൂസസ്. എന്താണ് പ്രസന്റ് ഫോമിൽ സിംഗുലർ. ഇതിൻ്റെ ഇതാണ് ലോസ്റ്റ്, V2 and V3 ആണ് ലോസ്റ്റ്. പക്ഷെ ഇതിൻ്റെ നൗൺ ഫോർമുലേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നൗൺ ഫോർമുലേഷൻ ഉണ്ട്. ഇതിൻ്റെ നൗൺ ഫോർമുലേഷൻ ആണ് ലോസ്. നീ ഉദ്ദേശിച്ച നഷ്ടം അതല്ലേ, അതിതാണ്. നഷ്ടപ്പെടുക ഈസ് ലൂസസ്, ലോസ്റ്റ്. ഓക്കെ, ഇതാണ് നീ ഉദ്ദേശിച്ച ലോസ്, നഷ്ടങ്ങൾ അല്ലേ. അപ്പോൾ എന്ത് കൊടുക്കണം? ഈ ലോസസ് കൊടുക്കണം, മാനേജിങ് ദിയർ ലോസസ്. ഇതിൻ്റെ കൂടെ ഒരു ES കൂടി ഇട്ട് കൊടുത്താൽ നൗണിലെ പ്ലൂരൽ നിനക്ക് കിട്ടി. ഹരി മാറിപ്പോയ വലിയ മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ടാണ് ഡിഡ് ഹി ക്വാളിഫൈ ദ ലിറ്റ്മസ് ടെസ്റ്റ്? ഗ്രേറ്റ്.
Chippy, great. This last over is a litmus test for the Indian cricket team. Yes, Devika. Recorded class kittum. Aisha, of course. Recorded class kittum. Aisha, in the edukka ശ്രമിച്ചാൽ മതി, പ്രശ്നമൊന്നുമില്ല. ഇന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിലോട്ട് അപ്പോൾ തന്നെ വരുമല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ് എടുക്കാം, ഒരു പ്രശ്നമില്ല. ഓക്കെ, പേടിക്കണ്ട. ക്ലാസ് ഉണ്ട്, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ട് പേഴ്സണലായിട്ട് ചോദിക്കാം. എന്നെയും റിമെമ്പേഴ്സിനെ എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം, ഒരു പ്രശ്നമില്ല. ഓക്കെ. It is difficult to find fag and in a sentence. Okay, last and worst part of sentence. Oh, great. MTS കോഴ്സ് ഏത് MTS ഉദ്ദേശിച്ചത്? ESIC ആണോ ശ്രീകുട്ടൻ ഉദ്ദേശിച്ചത്, അതോ SSC MTS ആണോ? SSC MTS ഇപ്പോൾ വിളിച്ചിട്ടുണ്ടെന്നല്ലേ, അതിനാണോ ചോദിച്ചത്, അതോ മറ്റേ ESICയുടെ ആണ്? ESICയുടെ MTS ക്ലാസ് കഴിഞ്ഞായിരുന്നു, എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ, പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ, അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട്, അതാണോ ചോദിച്ചത്? അത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞു കേട്ടോ ക്ലാസ്. അതിൻ്റെ ഒരുപാട് വീഡിയോസ് ഇപ്പോൾ കാണണമെങ്കിൽ അതിൻ്റെ ഒരു ID കിട്ടണമെങ്കിൽ, ESICയുടെ കിട്ടണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ അത്യാവശ്യം മോക്ക് ടെസ്റ്റുകൾ തന്നിട്ടുണ്ട്. ഞാൻ, ഗ്രീഷ്മ മിസ്, കാവ്യ മിസ്, റീമ മിസ്, സുബിൻ സാർ എല്ലാവരും തന്നിട്ടുണ്ട്. ഒന്ന് നോക്കിയാൽ മതി. റിജിൻ സാറും മോക്ക് ടെസ്റ്റിൻ്റെ ക്ലാസ്സൊക്കെ തന്നിട്ടുണ്ട്. GAD നോക്കിയാൽ മതി കേട്ടോ ആണെങ്കിൽ. ഓക്കെ. വയബിലിറ്റി ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് വിൽ റിഡ്യൂസ് പൊല്യൂഷൻ. വർക്കബിലിറ്റി, യെസ് ഇറ്റ് വിൽ. The CBI will unveil the mystery behind the murder case. Oh, അവിടെ വരെ എത്തിയോ ചിപ്പി? ഓക്കെ, will unveil. Yes. അടുത്ത് നോക്കിയേ, കണ്ടന്റ് നോക്കണേ. ഇറ്റ്സ് വേർബ് നോക്കണം. കണ്ടന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കണ്ടന്റ് നൗൺ ഉണ്ട്, അത് ഈ നൗണാ കണ്ടന്റ്. ഓക്കെ, കണ്ടന്റ് സന്തോഷം അല്ലേ, സാറ്റിസ്ഫാക്ഷൻ. അഡ്ജക്റ്റീവ് ഉണ്ട്, നൗൺ ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്. ഈ കണ്ടന്റ് ഓക്കെ, സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളതും കണ്ടന്റ്. പിന്നെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എസെൻസ്. ഇതിന്റെ എസെൻസ് എന്താ, ഇതിന്റെ ഉള്ളിലുള്ള അന്തസത്ത ഉണ്ടല്ലോ, സാറ്റിസ്ഫാക്ഷൻ, അതുകൊണ്ട് അർത്ഥം. അതുപോലെ തന്നെ കണ്ടന്റ് ആണെന്ന് വെച്ചാൽ സാറ്റിസ്ഫൈഡ് ആണ് അല്ലേ. സാറ്റിസ്ഫൈഡ് എന്ന വേർബ്, അഡ്ജക്റ്റീവ് ഉണ്ടത്, സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഇതാണ് കണ്ടന്റ് എന്ന വാക്കിന്റെ അർത്ഥം. സോറി, കണ്ടന്റ് DLT ആണ്. ഐം സോ സോറി, DLT കണ്ടന്റ് കേട്ടോ. ഇതേ സാധനത്തിന് പ്ലൂറൽ നൗൺ കൂടി ഉണ്ട്, കണ്ടൻസ്. ടേബിൾ ഓഫ് കണ്ടൻസ് നമ്മൾ പറയുന്നില്ലേ, ടേബിൾ ഓഫ് കണ്ടൻസ്, അതും ഉള്ളിലുള്ളതാണ്. പക്ഷേ ഈ കണ്ടൻസ് പ്ലൂറൽ നൗൺ ആണ്, എപ്പോഴും പ്ലൂറലായിട്ട് നിൽക്കും. അതായത് നമ്മളൊരു ലെറ്ററിൻ്റെ ഒന്ന് അല്ലേ, കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എസെൻസ് അല്ലേ, എസെൻസ് ഓഫ് എ ലെറ്റർ, ബുക്ക് എക്സെട്ര. ബുക്കിൽ, ലെറ്ററിൽ ഒക്കെ ഉള്ള എന്താ പറയുക, ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റിനെയാണ് നമ്മൾ കണ്ടൻസ് എന്ന് പറയാം. എന്തൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത്. ഇത് കണ്ടൻസ് ആൻഡ് ദറ്റ് ഇസ് കണ്ടന്റ്. അതിന് തന്നെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് ദ കണ്ടന്റ് ഫോർ ദി പ്രോഗ്രാം. പ്രോഗ്രാമിന്റെ കണ്ടന്റ് എന്താ, അതിന്റെ എസെൻസ് എന്താ, സ്കോർ എന്താ, അതിന്റെ തീം എന്താ, ദാറ്റ് ഇസ് കണ്ടന്റ് ഒരർത്ഥം. അടുത്ത കണ്ടന്റ് നോക്കിയേ, ഈ കണ്ടന്റ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, T and D ഡിഫറൻസ് പറഞ്ഞിട്ടുണ്ട്. ഇത് D എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ അത് വേർബ് ആയിരിക്കും. സോ വേർബ് രണ്ട് മീനിങ് ഉണ്ടോ, ഒന്ന് ഫേസ് ചെയ്യുക, റെസിസ്റ്റ് ചെയ്യുക. ഒരു കാര്യത്തിൽ നമ്മൾ ഫേസ് ചെയ്യുക, സ്ട്രഗിൾ ചെയ്യുക, ടു സ്ട്രഗിൾ ടു ഡു സംതിങ്. ഫേസ് ചെയ്യുക ആൻഡ് റെസിസ്റ്റ് ചെയ്യുക, രണ്ടർത്ഥമുണ്ട്. അതല്ലാതെ വേറെ അർത്ഥം, സെക്കൻഡ് അർത്ഥം ഇതാണ്, അസേർട്ട് ചെയ്യുക. ഹി കണ്ടന്റഡ് ദാറ്റ് ഓർ ഹി കണ്ടൻസ് ദാറ്റ്, ദേ കണ്ടന്റ് ദാറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അസേർട്ടഡ് ദാറ്റ്, ക്ലെയിം ദാറ്റ്, ആർഗ്യൂഡ് ദാറ്റ്. നമ്മളൊരു ആർഗ്യുമെന്റ് പുട്ട് ഫോർത്ത് ചെയ്യാണ്, മുന്നോട്ടേക്ക് വെക്കുകയാണ്. യു ആർ അസേർട്ടിങ് ആൻ ആർഗ്യുമെന്റ്, അല്ലെങ്കിൽ യു ആർ ക്ലെയിമിങ് സംതിങ് അല്ലേ, അതൊരു കാര്യത്തോട് മുന്നോട്ട് വെക്കുന്നതിനെ നമുക്ക് എന്താ പറയുക, കണ്ടന്റ് ചെയ്യാന്ന് പറയും. ഓക്കെ, ആർഗ്യുമെന്റ് മുന്നോട്ട് വെക്കാണ്, ക്ലെയിം മുന്നോട്ട് വെക്കാണ്, അല്ലേ, ഒരു കാര്യം ഡിക്ലെയർ ചെയ്യാണ്, അതിനൊക്കെ നമ്മൾ കണ്ടന്റ് എന്ന് പറയും. ആൻഡ് അടുത്തത് അൺവെയിൽ. വെയിൽ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, വേർബായിട്ട് നൗണായിട്ട് ഉപയോഗിക്കും, കവർ ചെയ്യുക അല്ലെങ്കിൽ കവർ, അതാണ് വെയിൽ എന്നർത്ഥം. വെയിൽ, തലയിൽ വെയിലിടുക എന്നൊക്കെ പറയില്ല അത്. സോ അൺവെയിൽ എന്ന് പറഞ്ഞാൽ വേർബാണ്, വെയിലിൻ്റെ നെഗറ്റീവ് മീനിങ് അൺവെയിൽ അല്ലേ. എന്താണ് നമ്മൾ UN അതുപോലെ ഇൻ അൺ ഒക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, പ്രിഫിക്സ് ആണ്, നെഗറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സോ അൺവെയിൽ മീൻസ് റിവീൽ ചെയ്യുക, മൂടി വെക്കുക ആണ് വെയിൽ ചെയ്യുക. അപ്പോൾ തുറന്നു കാണിക്കുന്നതിനെയാണ് അൺവെയിൽ ചെയ്യുക എന്ന് പറയുക. സോ റിവീൽ ചെയ്യുക, പ്രസന്റ് ചെയ്യുക, ഡിസ്ക്ലോസ് ചെയ്യുക, ഡൈവേൾജ് ചെയ്യുക. ഡൈവേൾജ് അറിയാലോ, മേക്ക് നോൺ, മേക്ക് നോൺ. മേക്ക് നോൺ തിരിച്ചറിയിക്കുക, അതിനാണ് ഡൈവേൾജ് ചെയ്യുക എന്ന് പറയുക. പുറത്തോട്ട് അറിയട്ടെ, ആൾക്കാർ അറിയട്ടെ, അത് അൺവെയിൽ. അടുത്തത് എക്സ്റ്റെൻഡ്. T and D ഞാൻ പറഞ്ഞില്ലേ, T വന്ന നൗൺ ആണെന്ന് പറഞ്ഞില്ലേ, അതേ സാധനം നോക്കുക, എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ, സൈസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഡിഗ്രി, ലെവൽ, സ്കെയിൽ എന്നൊക്കെ പറയാം എക്സ്റ്റെൻഡ്. അതേപോലെ വേറെ വാക്ക് നോക്കിയേ, പൊട്രാക്ട്. പൊട്രാക്ട് എന്ന വാക്കിൻ്റെ മീനിങ് എക്സ്റ്റെൻഡ് ചെയ്യാന്നാണ്. ആ എക്സ്റ്റെൻഡ് കണ്ടോ, ഈ എക്സ്റ്റെൻഡ് നോക്കിക്കേ, D ആണ് എക്സ്റ്റെൻഡ്, വേർബാണ്. പൊട്രാക്ട് ചെയ്യുക മീൻസ് പ്രൊലോങ് ചെയ്യുക, ദീർഘിപ്പിക്കുക, എക്സ്റ്റെൻഡ് ചെയ്യുക, ദീർഘിപ്പിക്കുക.
അല്ലെ? എക്സ്റ്റൻഷൻ കേട്ടിട്ടില്ലേ? എക്സ്റ്റൻഷൻ വയറൊക്കെ കേട്ടിട്ടില്ലേ? എക്സ്റ്റൻഷൻ കേബിൾ കേട്ടിട്ടില്ലേ? സോ നമ്മൾ നീട്ടിക്കൊണ്ട് പോവുക, അതിനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുക, എലോങ്ങേറ്റ് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക. കുറേ നാളത്തേക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക, തുടർന്നുകൊണ്ട് പോയിക്കൊണ്ടേയിരിക്കുക, അതിനെ സസ്റ്റെയിൻ ചെയ്യുക, അതിനെ പ്രൊട്രാക്ട് ചെയ്യുക എന്ന് പറയുക. അപ്പോൾ എക്സ്റ്റെൻഡ് അതിൻ്റെ വേർബാണ്. എക്സ്റ്റെൻഡ് നൗണാണ്. രണ്ട് മീനിങ് ആണ്, രണ്ട് കാര്യം. ഐ കനോട്ട് ടോളറേറ്റ് ഇറ്റ് ദിസ് എന്താണ് ടു എനി മോർ എക്സ്റ്റെൻഡ്. ഇനി അടുത്തൊരു ലെവൽ വരെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, എനിക്കിനി ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ കനോട്ട് ടോളറേറ്റ് ഇറ്റ് ടു എനി മോർ എക്സ്റ്റെൻഡ്. ഒരു നൗണ്. ഇതെന്താ അർത്ഥം? വി ആർ ഗോയിങ് ടു എക്സ്റ്റെൻഡ് ദ ഡേറ്റ് ഫോർ ഇന്ന പ്രോഗ്രാം എന്നൊക്കെ പറയില്ല. അതായത് നിങ്ങൾ നീട്ടി വെക്കാൻ പോകണം, ഡിലേ ചെയ്യാൻ പോകണം, കുറച്ചൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാൻ പോകണം. ദാറ്റ് ഈസ് എക്സ്റ്റെൻഡ്. എക്സാം അപ്ലിക്കേഷൻ ഡേറ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തു എന്നൊക്കെ പറയില്ലേ, ആ എക്സ്റ്റെൻഡ് ഓർത്ത് വെച്ചോ കേട്ടോ. വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാൽ അതേപോലെ അത്ര കണ്ട് കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്ക് വരുന്നതാണ് ഈ കണ്ടന്റ് അതുപോലെ തന്നെ എക്സ്റ്റെൻഡ് ഓർത്ത് വെച്ചോളാം. എപ്പോഴും വരുന്ന കൺഫ്യൂസിങ് വേർഡ്സിൽ എന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ തെറ്റിക്കുകയും ചെയ്യും. നമുക്കറിയാം, അതേപോലെ നമ്മൾ തെറ്റിക്കുകയും ചെയ്യുന്നൊരു കോമൺ മിസ്റ്റേക്കാണ്. ഓർത്ത് വെച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത് നോക്കട്ടെ. CBI കഴിഞ്ഞു. SSC MTS കോഴ്സിൻ്റെ കാര്യം നമ്മൾ ആലോചിച്ചോട്ടെ. കുട്ടികളുടെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ വരിക കേട്ടോ. അധികം കുട്ടികളിലെ പിന്നെ വെറുതെ തുറന്നിട്ട് കാര്യമില്ല, കോഴ്സ് ക്ലോസ് ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അനുസരിക്കോട്ടെ, നോക്കിയിട്ട് പറയാം കേട്ടോ. We have to contend many problems in our life. We have to face many problems in our life. Yes. Before buy the appliances. ബിഫോർ പ്രിപ്പോസിഷൻ ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രിപ്പോസിഷന് ശേഷം എപ്പോഴും ഒബ്ജക്റ്റ് വരണം. അതായത് ഒരു സെന്റൻസിന് ഒബ്ജക്റ്റോ സബ്ജക്റ്റോ ആയിട്ട് വരാൻ കഴിവുള്ള രണ്ട് ആൾക്കാരേ ഉള്ളൂ. ഒന്ന് നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ. പ്രൊനൗൺ അല്ല അല്ലേ? ബൈ എന്ന് പറഞ്ഞ പ്രൊനൗൺ അല്ല. അതിനെ നിങ്ങൾക്ക് നൗണായിട്ട് മാറ്റാം. എങ്ങനെ നൗണായിട്ട് മാറ്റാം? വേർബിനെ എങ്ങനെ നൗണായിട്ട് മാറ്റാം? മേക്ക് ഇറ്റ് ജെറണ്ട്. ING ഫോം കൊടുക്കുക, അപ്പോൾ അത് ജെറണ്ടായി, അപ്പോൾ അത് നൗണായി, വെർബൽ നൗണായി. സോ ബിഫോർ ബൈയിങ് ദ അപ്ലയൻസസ് ലെറ്റ്സ് ചെക്ക് ദ വയബിലിറ്റി ഓഫ് ഇറ്റ്. കേട്ടോ, before buying the appliances, let's check the viability of it. Orthone, the socio-economic effects of Russia-Ukraine war will protracted to several years. Will protract. Lyric will is a modal auxiliary verb. ഏതൊരു modal auxiliary verbന് ശേഷവും V1 വരാൻ പറ്റുള്ളൂ. Never ever use V2 or V3 along with or V5 along with or ഈ പറയുന്ന മോഡൽ ഓക്സിലറി വേർബ്സ്. സോ വിൽ, ഷാൽ, ക്യാൻ, കുഡ്, എവറിത്തിങ് ലൈക്ക് ദാറ്റ് എല്ലാം നോക്കുക. അതിൻ്റെ കൂടെ ഒരിക്കലും V2 കൊടുക്കരുത്, V3 കൊടുക്കരുത്, V5 കൊടുക്കരുത്. സോ റിമെമ്പർ, ദിസ് ഇസ് ദ ചേഞ്ച്. സോഷ്യോ ഇക്കണോമിക് എഫക്ട്സ് ഓഫ് റഷ്യ ഉക്രൈൻ വാർ വിൽ പ്രൊട്രാക്ട് ടു സെവറൽ ഇയേഴ്സ്. ഓക്കെ. Before implementing cryptocurrencies for transactions, we need to study how viable it is. That's great sentence. Kochi Metro has contended many problems while construction. Faced alle. Okay, great. Viability of this project is not going to work. Angane pattillalo. Viability of this project is not going to work എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് മാറിപ്പോയില്ലേ? എക്സാജുറേറ്റഡ് ആയി പോയില്ലേ? നോക്കിയേ, വയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റി, അത് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് വയബിൾ എന്ന് കൊടുത്താൽ സപ്പോസ് അവിടെ വയബിലിറ്റി എന്ന് പറയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, വയബിലിറ്റി ഓഫ് ദിസ് പ്രോജക്റ്റ് ഈസ് വയബിലിറ്റി ഓഫ് ദിസ് പ്രോജക്റ്റ് ഈസ് അൺസർട്ടൺ. അങ്ങനെ കൊടുക്കാം. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് എന്ന് കൊടുക്കരുത്. കാർത്തിക ഇങ്ങനെ കൊടുക്കാം, വയബിലിറ്റി ഓഫ് ദിസ് പ്രോജക്റ്റ് ഈസ് അൺസർട്ടൺ, ഈസ് അൺഷുവർ, അല്ലെങ്കിൽ ഈസ് ഡൗട്ട്ഫുൾ എന്ന് കൊടുക്കാം. അതായത് വർക്കബിലിറ്റി, ഫീസിബിൾ ആകുമോ, ഓർ പ്രാക്ടിക്കൽ ആകുമോ, ഓർ വർക്ക് ആവുമോ എന്നുള്ള കാര്യം ഇറ്റ്സ് നോട്ട് ഷുവർ എന്ന് മനസ്സിലായോ? അങ്ങനെ കൊടുക്കുക കേട്ടോ. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് അല്ല, ഇറ്റ്സ് നോട്ട് ഷുവർ എന്ന് കൊടുത്തു. ഇറ്റ്സ് നോട്ട് ഷുവർ. ഓക്കെ. She divulged to everyone about extent of her marriage date. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ, ഡൈവൾജ്ഡ് എല്ലാവരും അറിയിച്ചു, കറക്റ്റാ. ഷി ഡൈവൾജ് ടു എവ്രി വൺ എന്ന് പറഞ്ഞില്ല, ഷി ഡൈവൾജ്ഡ് എവ്രി വൺ. ഡൈവൾജിൻ്റെ കൂടെ ടു എന്ന പ്രൊപ്പോസിഷൻ്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ നോക്കട്ടെ, ഡൈവൾജിൻ്റെ കാര്യം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം. എനിവേ, ഡൈവൾജിൻ്റെ ശേഷം വരുന്ന എക്സ്റ്റെൻഡ് ഓഫ് ഹർ എന്ന് പറയില്ല. എക്സ്റ്റെൻഡ് എന്ന് പറയുന്നത് ഇസ് വേർബ് എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ. അതിനെ നൗൺ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പം അതിനൂടെ ടു വേണ്ട കേട്ടോ, ഡൈവൾജിൻ്റെ കൂടെ ടു വേണ്ട. അപ്പോൾ പാർവതി ഇങ്ങനെ ശ്രദ്ധിക്കുക, ഷി ഡൈവൾജ്ഡ് എവ്രി വൺ, എല്ലാവരും അറിയിച്ചു, അബൌട്ട് എക്സ്റ്റെൻഷൻ. അപ്പം എങ്ങനെ എക്സ്റ്റെൻഷൻ കൊടുക്കും? ഇതിൻ്റെ നൗൺ എന്നാ സാധനം? എക്സ്റ്റെൻഷൻ. ഇതാണ് നൗൺ. അത് വേർബ് അല്ലേ? എക്സ്റ്റെൻഷൻ നൗൺ കേട്ടോ, ഓർത്ത് വെച്ചോണേ. Of her marriage date. Okay, he will contend the army alone. All right, he will resist the army alone. Great.
Okay, the court decision must unveil. The court decision അല്ല, the courtന്റെ decision. വിദ്യ the courts apostrophe s കൊടുത്തേ, the court's decision, courtന്റെ decision must unveil, must reveal കോർട്ടിന്റെ ഡിസിഷൻ പീപ്പിളിന് റിവീൽഡ് ആവണം എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ പറയണം, ദ കോർട്ടിന്റെ ഡിസിഷൻ, അത് അപ്പോസ്ട്രോഫി നിർബന്ധമാണ്, must be unveiled to the people. പാസീവ് ആണ് ഇപ്പൊ വിദ്യ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെ കൊടുക്കണം, ദ കോർട്ട്സ് ഡിസിഷൻ മസ്റ്റ് ബി unveiled to the people. Okay, the government unveiled new educational plans for differently abled children. Great. He contented his feelings to conceal it from his parents. All right. Resisted, alle? Okay. He has many difficulties to contend with. Okay. All right. Fine. The PM is going to unveil the newly built university in the coming Independence Day. Okay. All right. The culprit unveiled the truth behind the crime. All right. Politicians should unveil the stagnant assets to people in India, those who contenting economic crisis, those who are contenting. അവിടെ ഒരു കണ്ടന്റ് കറക്റ്റ് ആണ്, കണ്ടന്റിങ് കറക്റ്റ്. അതിന് മുമ്പ് ഇത് കൊടുക്കണം, those who are contenting കേട്ടോ, those who are contenting എന്താണ് face those who are contenting economic crisis. റൈറ്റ്, ഓർത്ത് വെച്ചോളാം. കണ്ടന്റിങ് വിത്ത് ആണ്, ഇവിടെ വിത്ത് വേണം, കണ്ടന്റിലൂടെ എപ്പോഴും വിത്ത് ഉണ്ട്, പ്രൊപ്പോസിഷൻ ഉണ്ട്. അപ്പോൾ കണ്ടന്റിങ് വിത്ത് ഇക്കണോമിക് ക്രൈസിസ് കേട്ടോ. ഫേസിന് ട്രാൻസിറ്റീവ് വേർബാണ്, കണ്ടന്റ് ട്രാൻസിറ്റീവ് വേർബ് അല്ല. അപ്പോൾ ഓർത്ത് വേണം, കണ്ടന്റ് ദോസ് ഹു ആർ കണ്ടന്റിങ്, B+ing ഫോം വന്നാലേ കണ്ടിന്യൂസ് ടെൻസ് ആവുള്ളൂ. അപ്പോൾ ഹരി അത് ആദ്യം ശ്രദ്ധിക്കുക, ദോസ് ഹു ആർ കണ്ടന്റിങ് വിത്ത് ഇക്കണോമിക് ക്രൈസിസ് കൊടുക്കാം. ഓക്കെ. സായ് ശങ്കർ ഹാസ് അൺവെയിൽഡ് ഹിസ് ട്രൂത്ത് ടു ക്രൈം ബ്രാഞ്ച് ഇൻ ആക്ട്രസ് അറ്റാക്ക് കേസ്. യെസ്, എക്സ്റ്റെൻഷൻ. ഓക്കെ, ദിസ് ഇസ് ദി എക്സ്റ്റെന്റ് ഓഫ് മൈ forgiveness, so don't mess with me. Okay, great, Karthika, that's great. We won independence through protracted struggles. Great. The war was protracted for 4 years. Yeah, great. അപ്പോൾ നെക്സ്റ്റ് സെറ്റിലോട്ട് പോട്ടെ. അടുത്ത സെറ്റ് ടെൻവ. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരു കാലയളവ് അല്ലേ, ഒരു കാലയളവ്. ഇപ്പം നമ്മളൊരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ കാലയളവ് ഇൻകംപൻസി എന്ന് പറയാം. അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്, നമ്മളൊരു ബിൽഡിങ്ങിൽ താമസിക്കുകയാണ്, അല്ലെങ്കിൽ ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തു, അതിൻ്റെ ടെനുവർ എന്ന് പറയില്ലേ, കാലയളവ്, അതിനെയാണ് ടെനുവർ എന്ന് പറയാം, കാലയളവ് കേട്ടോ. ടെനൻസി, ഓക്യുപ്പൻസി ഓർ ഓഫീസ് ഹോൾഡിംഗ് ടൈം, ഹോൾഡിംഗ് ഇൻകംബൻസി എന്ന് പറയും. അതാണ് ടെനുവർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അറിയാവുന്നതെന്ന് എനിക്ക് തോന്നുന്നു. 5 year ടെനുവർ എന്ന് ടെനുവർ എന്ന് കേട്ടിട്ടുണ്ടാവും. അടുത്ത് കൺസൾട്ടേറ്റീവ്, കൺസൾട്ടന്റ് കേട്ടില്ലേ, കൺസൾട്ട് ചെയ്യുക കേട്ടില്ലേ, വേർബ് കേട്ടില്ലേ, കൺസൾട്ട്. ഒരാളെ കൺസൾട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്യുക, അഡ്വൈസ് തേടുക, കൗൺസിലിന് പോവുക, അതാണ് കൺസൾട്ട് ചെയ്യുക, വേർബ്. ഓക്കെ. അതേ സാധനത്തിന് കൺസൾട്ടൻറ്റ് കേട്ടില്ലേ, നമ്മളൊരു കൺസൾട്ടൻറ്റ്, എന്താ ടാക്സ് കൺസൾട്ടൻറ്റ് എന്ന് കേട്ടിട്ടില്ലേ, ട്രാവൽ കൺസൾട്ടൻറ്റ് എന്ന് കേട്ടില്ല. നമ്മളൊരു കൺസൾട്ടൻറ്റിനെ കാണുവാണ് അഡ്വൈസിന് വേണ്ടി, സജഷന് വേണ്ടിയിട്ട്, അതിനാണ് കൺസൾട്ടൻറ്റ്. അല്ലെങ്കിൽ കൺസൾട്ട് ഇസ് എ വേർബ്, അത് പഠിച്ചിട്ടുള്ളത്. കൺസൾട്ടേറ്റീവ് ഇസ് അഡ്ജക്റ്റീവ്. അപ്പോൾ നമ്മൾ എന്തിനാ പോകുന്ന, അഡ്വൈസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. സോ കൺസൾട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ അഡ്വൈസറി, കൗൺസിലിംഗ്, ഇൻസ്ട്രക്റ്റീവ്, അല്ലെങ്കിൽ റെക്കമെൻഡേറ്ററി എന്നൊക്കെ നമുക്ക് പറയാം. ഓർത്തോണേ, കൺസൾട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ അഡ്വൈസറി അഡ്ജക്റ്റീവ് അല്ലേ, കൗൺസിലിംഗ്, ഇൻസ്ട്രക്റ്റീവ്, റെക്കമെൻഡേറ്ററി എന്നൊക്കെയാണ് അർത്ഥങ്ങൾ. ഓർത്തു വെച്ചോണം. അടുത്തത് ഡിസ്ക്രിഷണറി. ഡിസ്ക്രിഷൻ ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിഷണറി എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി അല്ല, ഓപ്ഷണലാണ്. വോളണ്ടറി, വേണം ചെയ്യാൻ, വേണ്ട ചെയ്യേണ്ട. ഇറ്റ്സ് ഓപ്പൺ ടു യുവർ വ്യൂ. നിങ്ങൾക്ക് വേണം ചെയ്യാൻ, വേണ്ടെങ്കിൽ ചെയ്യേണ്ട. ദാറ്റ് മീൻസ് നോൺ മാൻഡേറ്ററി, മാൻഡേറ്ററി അല്ല. നോൺ കമ്പൽസറി, ഇതൊക്കെ മീനിങ് ആണ് കേട്ടോ, ഇതൊക്കെ സിനോണിംസ് ആണ്, ഓർത്ത് വെച്ചോണം. ഏത് വാക്ക് വന്നാലും നിങ്ങൾക്ക് അറിയാം. ഡിസ്ക്രിഷണറി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ഓപ്ഷണൽ ആണ് സംഭവം, വോളണ്ടറി ആണ് സംഭവം, ഓപ്പൺ ആണ്, വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട, അങ്ങനെ അർത്ഥം. ഓക്കെ. അടുത്തത് മാൻഡേറ്റ്. മാൻഡേറ്റ് ഇപ്പം ഞാൻ പറഞ്ഞില്ല, മാൻഡേറ്ററി ആണ് എന്ന് പറഞ്ഞാൽ നിർബന്ധമാണ്. മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്, അല്ലെങ്കിൽ വേർബായിട്ട് കൊടുക്കാം. മാൻഡേറ്റ് ചെയ്തു ഓർ മാൻഡേറ്റ്. ഓക്കെ. ഹി പ്രൊവൈഡഡ് എ മാൻഡേറ്റ്, ഹി പ്രൊവൈഡഡ് എൻ ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ അപ്രൂവൽ, അതോറിറ്റി എന്നൊക്കെയാണ് ഈ പറയുന്ന മാൻഡേറ്റിൻ്റെ അർത്ഥം. മാൻഡേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ പറഞ്ഞത്, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മാൻഡേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇൻസ്ട്രക്ഷൻ, അല്ലെങ്കിൽ ഡിറക്റ്റ്. ഇൻസ്ട്രക്ഷൻ കൊടുത്തു, ഡയറക്റ്റീവ് കൊടുത്തു എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ അപ്രൂവൽ കൊടുത്തു,
അതോറിറ്റി കൊടുത്തു എന്നർത്ഥം. അപ്പോൾ മാൻഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ അർത്ഥമുള്ളൂ, ഓതറൈസ് ചെയ്തു, അപ്രൂവ് ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ. ഓതറൈസ് ചെയ്തു, അപ്രൂവ് ചെയ്തു എന്നൊക്കെയാണ് ഈ പറയുന്ന ഇതിൻ്റെ അർത്ഥം. വേർബ്. ഓക്കെ, അടുത്ത് ഒബ്വിയേറ്റ്. ഒബ്വിയേറ്റ് മീൻസ് പ്രക്ലൂഡ്, ഒഴിവാക്കുക. പ്രിവെന്റ്, റിമൂവ്, അവോയ്ഡ്, അവോയ്ഡ് ചെയ്യുക. ആ സംഭവത്തിന് അവോയ്ഡ് ചെയ്യണം, അവോയ്ഡ് ചെയ്ത് കളയണം, നമ്മൾ വേണ്ട വെക്കണം. വി ആർ പ്രിവെന്റിങ് സംതിങ്. ഒബ്വിയേറ്റ് സംതിങ് മീൻസ് യു ആർ പ്രക്ലൂഡിങ് ദാറ്റ്. വേണ്ട, അതിനെ അവോയ്ഡ് ചെയ്യുക, പരമാവധി. ഇൻക്ലൂഡ് ചെയ്യുക, കൂടെ ചേർക്കുക. ഇൻക്ലൂഡ് ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ടോ, ഓർമ്മയുണ്ടോ? പ്രക്ലൂഡ് ഇൻക്ലൂഡിൻ്റെ ഓപ്പോസിറ്റാണ്. പ്രക്ലൂഡ് ചെയ്യുക മീൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ്. ഇൻക്ലൂഡ് ചെയ്യുക നമ്മൾ അതിനെ കൂടി ചേർക്കുവാണ് അല്ലേ. ഇൻക്ലൂഡ് ചെയ്യുക, കൂടെ ചേർക്കുവാണ് അല്ലേ. അതിനാണ് കംപ്രൈസ് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. പ്രക്ലൂഡ് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ഇറ്റ്. പ്രിവെന്റ് ചെയ്യുക, ഒഴിവാക്കുക. റിമൂവ് ചെയ്യുക അല്ലേ, തടസ്സപ്പെടുത്തുക. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതിനെ നമ്മൾ തടഞ്ഞു നിർത്തുന്നത്, വരാതിരിക്കാൻ വേണ്ടി തടഞ്ഞു നിർത്തുക. അതിനാണ് ഒബ്വിയേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഇറ്റ്സ് വേർബ് കേട്ടോ, ഒബ്വിയേറ്റ്. ഓൾ റൈറ്റ്, നോക്കട്ടെ അടുത്ത സെന്റൻസ് നോക്കട്ടെ. The government unveiled new plans for differently abled children. All right. The environmental effect of infrastructure. ഇവിടെ എഫക്റ്റ് എന്ന് ഉപയോഗിച്ചേക്കുന്നത് എന്ത്? അച്ചീവ്മെൻറ്റോ, അക്കംപ്ലിഷ്, അതാണോ? റിസൾട്ട്, എൻവയോൺമെൻറ്റൽ ഔട്ട്കം. ഓക്കെ, ഔട്ട്കം. ഓക്കെ, എൻവയോൺമെൻറ്റൽ ഔട്ട്കം അല്ലേ. റിസൾട്ട് ഓഫ് infrastructure expansion must not extend into sustainable development. ആ എക്സ്റ്റെൻഡ് തെറ്റിപ്പോയില്ലേ. must not extend, ഈ എക്സ്റ്റെൻഡ് നൗൺ എക്സ്റ്റെൻഡ് ആണ്. ഡി ആണ് എക്സ്റ്റെൻഡ് ചെയ്യുക, ലോങ് ചെയ്യാം. അത് എലോങ്ങേറ്റ് ചെയ്ത് പോകരുത്, സസ്റ്റെയിൻ ചെയ്യരുത് അല്ലേ, നീണ്ടു പോകരുത് എന്നല്ല പറയുന്നത്. അപ്പം must not extend മാറിപ്പോയി രേവതി, ശ്രദ്ധിക്കുക. എക്സ്റ്റെൻഡ് ഡി ആണ്, ഇറ്റ്സ് നോട്ട് ടി. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി. എക്സ്പോ വിൽ ബി എൻഡഡ് സൂൺ വിച്ച് വാസ് പ്രൊട്രാക്റ്റഡ് ടു ദിസ് മന്ത്. നീട്ടി വെച്ചിരുന്ന സാധനം എക്സ്റ്റെൻഡ് ചെയ്യും, എൻഡ് ചെയ്യും. ഓക്കെ, ഗ്രേറ്റ്. യു ഷുഡ് സെൻഡ് ദ CV as soon as possible because they extended the last day to apply. All right, that's great. World leaders doesn't want to protract the war further. ഈശ്വര, രേവതി, വേൾഡ് ലീഡേഴ്സ് പ്ലൂറൽ അല്ലേ, അപ്പൊ ഡസൻറ്റ് എങ്ങനെ വരും? ഡോണ്ട് കൊടുക്കുക കേട്ടോ. വേൾഡ് ലീഡേഴ്സ് പ്ലൂറൽ നൗൺ ആണ്, പ്ലൂറൽ വേർബ് കൊടുക്കുക. ഡസൻറ്റ് അല്ല, ഡോണ്ട് കേട്ടോ. World leaders don't want to protract the war further. Okay. Generally, the tenure of every Lok Sabha is 5 years. Yeah, great. District magistrate has a lot of discretionary powers. Okay, great. Do you read the mandates of a company? All right. Yeah. Do you read? നീ വായിക്കോ എന്നാണ് അല്ലേ. വായിച്ചോ എന്നാണെങ്കിൽ past tense ആണെങ്കിൽ it must be did you read. നീ വായിച്ചോ, did you read എന്ന് കൊടുക്കണേ. ബട്ട് ഗ്രാമാറ്റിക്കലി ഇതും കറക്റ്റാണ്. ഉദ്ദേശിച്ചതാണെങ്കിൽ പാസ്റ്റ് ടെൻസ് ആണെന്നുള്ള കാര്യം ഞാൻ പറയായിരുന്നു. ഓപ്പൺ കോഴ്സസ് ഡിസ്ക്രിപ്ഷൻ ഇൻ ഗ്രാജുവേഷൻ. ഓൾ റൈറ്റ്, ഗ്രേറ്റ്. ഗവൺമെന്റ് ഗേവ് ദ പോലീസ് എ മാൻഡേറ്റ് ടു റിഡ്യൂസ് ക്രൈം. ഇൻസ്ട്രക്ഷൻ. ഓൾ റൈറ്റ്. വാക്സിൻസ് ആർ ഡിസ്ക്രിഷണറി. മാസ് ആർ ഡിസ്ക്രിഷണറി ഇപ്പോൾ അല്ലേ. മാസ് ആർ ഡിസ്ക്രിഷണറി നോ എന്ന് പറയാൻ പറ്റും അല്ലേ. വാക്സിൻസ് ആർ ഡിസ്ക്രിഷണറി. ഓക്കെ. ദ 16 years long tenure of German Chancellor Angela Merkel handed over to her successor Olaf Scholz. ഒരു പ്രശ്നമുണ്ട്, ദ 16 years ലോങ് പറ്റില്ല. ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്, ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഇവിടെ 16 year ലോങ് എന്ന് പറയുമ്പോൾ 16 year ലോങ് ടെന്യൂർ എന്ന് പറയുമ്പോൾ ടെന്യൂർ ആണ് നോൺ. 16 year ലോങ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ ഇയേഴ്സ് വരാൻ പാടില്ല, 16 year ലോങ് എന്ന് പറയണം. 16 year ലോങ്, ഇയേഴ്സ് വരാൻ പാടില്ല, ഇയർ, കാരണം അഡ്ജക്റ്റീവിന് പ്ലൂറൽ ഇല്ല. 16 year long tenure of German Chancellor Angela Merkel handed over to her successor. Okay, അങ്ങനെ കൊടുക്കണം, അപ്പോഴത് കറക്റ്റ് ആവുക. പീപ്പിൾ ഒബ്വിയേറ്റ് ദെയർ മാസ് ഇൻ ദ റിഡക്ഷൻ ഓഫ് COVID-19. അത് വരില്ല. ആ റിമൂവ് ആണ് ഉദ്ദേശിച്ചത്. പീപ്പിൾ റിമൂവ് ദെയർ മാസ്, അതാണോ? തെറ്റാ. പ്രിക്ലൂഡ് ചെയ്യാണ്. റിമൂവ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് എന്താ മനസ്സിലായോ? അതിനെ അവോയ്ഡ് ചെയ്ത് കളയുക ചെയ്യുന്നത്. അപ്പോൾ മാസ്ക് അവോയ്ഡ് ചെയ്യാന്ന് പറയില്ലല്ലോ. നമ്മളൊരു കാര്യം, എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ വരുമ്പോൾ അതിനെ നമ്മൾ ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുക, അതിനെ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുവാണ്. അപ്പോൾ ഒബ്വിയേറ്റ് ഇവിടെ കറക്റ്റ് അല്ല കേട്ടോ ഹസീന, അവിടെ ഒബ്വിയേറ്റ് ഇവിടെ കറക്റ്റ് അല്ല, ശ്രദ്ധിച്ചോണേ. ഓക്കെ, discretionary rules are meant not to follow will be the attitude of people. Discretionary rules are meant not to follow will be the attitude of people. Yes, get right. 3 players were obviates from next match. 3 players were obviated. വേറെ കറക്റ്റ് ആണ്. അതിനുശേഷം V3 ഫോം കൊടുക്കണം, കാരണം ഇത് പാസീവാണ് കൊടുത്തേക്കുന്നത്. 3 players were obviated. They were prevented from നെക്സ്റ്റ് മാച്ച്. കറക്റ്റാണ്. ഒബ്വിയേറ്റഡ് ഫ്രം മാച്ച് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ പക്ഷേ ഒബ്വിയേറ്റ്സ് കൊടുക്കരുത്, കാരണം B+V5 വരത്തില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്,
ബിയുടെ കൂടെ ഒന്നെങ്കിൽ വരാൻ പറ്റുന്നത് V3 ആണ്. അപ്പോൾ അത് പാസീവ് ഫോമാണ്. അല്ലേ ബിയുടെ കൂടെ വരുന്നത് ബിയുടെ കൂടെ V4 ആണ്. V4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിയുടെ കൂടെ വരുമ്പോൾ അത് എന്തായി? കണ്ടിന്യൂസ് ടെൻസ് ആയി. ഓർത്തോണം, നിർബന്ധമാണ്. അല്ലാതെ V5 വരില്ല, V1 വരില്ല, ഒന്നും വരത്തില്ല എന്ന് ഓർത്തോണേ. Yeah, it is my discretion whether to go for a job or higher education. All right. Hi Akshay, late ആയല്ലോ. Good morning. Yeah, actually ഇയർ ആണ് ആദ്യം എഴുതിയത്, കൊടുത്ത് ആലോചിച്ചത് ഇയേഴ്സ് ആക്കി, കുറച്ച് കൗതുകം കൂടുതലാണ്. ഇന്നാളും ഉണ്ടല്ലേ രേവതി, ഇന്നാൾ ചെയ്തായിരുന്നു. ശരിയാ, കറക്റ്റാ, ചെയ്തപ്പോൾ കറക്റ്റ് ആയിരിക്കും. പക്ഷെ പിന്നെ വിചാരിക്കും വേണ്ട ഇതുകൂടെ ഇട്ട് കൊടുത്തേക്ക്, ഒരു അലങ്കാരപ്പടിയല്ലേ, വേണ്ട അത് തെറ്റും. സോ റിമെമ്പർ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, നമ്മളതൊക്കെ പഠിക്കാം ഡീറ്റെയിൽ ആയിട്ട്. ഇംഗ്ലീഷ് പ്രോ എടുത്തിട്ടുണ്ടല്ലോ. വിൽ സീ ഇൻ ക്ലാസ് ആൻഡ് വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ക്ലിയർലി, പ്രോപ്പറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് സെറ്റ്. അടുത്ത സെറ്റോട്ട് കൊണ്ടുപോവാണ് ലിഞ്ച് പിൻ. ലിഞ്ച് പിൻ കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിഞ്ച് പിൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ബാക്ക് ബോൺ, ബേസിസ്, ഒരു കാര്യത്തിന്റെ അന്തസത്ത എന്ന് പറയില്ലേ, ഇതാണ് ഇതിന്റെ ബാക്ക് ബോൺ, ഇതിന്റെ നട്ടെല്ല്, അല്ലെങ്കിൽ ഇതാണ് ഇതിന്റെ ബേസ്, ഇതാണ് ഇതിന്റെ കീ, ഇതാണ് ഇതിന്റെ എസൻസ്, ഇതാണ് ഇതിന്റെ കോർ എന്ന് പറയുന്നത്. ലിഞ്ച് പിൻ ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലിഞ്ച് പിൻ എന്ന് പറഞ്ഞാൽ കോറാണ്, അതിൻ്റെ എലമെന്റ് ഉണ്ടല്ലോ, അതിൻ്റെ ബേസിക് എലമെന്റ് ഉണ്ടല്ലോ, അതിനെയാണ് ലിഞ്ച് പിൻ എന്ന് പറയാം. നൗൺ ആണ്, ഓർത്ത് വെച്ചോണം, കേട്ട് പരിചയം ഉണ്ടായിരിക്കും. ഒരുപാട് ആർട്ടിക്കിൾസിൽ എപ്പോഴും നമ്മൾ ലിഞ്ച് പിൻ കാണാറുണ്ട്. ബാക്ക് ബോൺ ആണ്, ബേസിസ്, കീ, എസൻസ്, കോർ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, യാ. Due to Russian invasion in Ukraine, the US obviated Russia from their trading partnership. Yes, great. Mandates have to be read thoroughly. All right, that's great. English grammar എല്ലാം കൂടി ഇപ്പോൾ ഒരു അവിയൽ വരുവായി. ശരി, മനസ്സിലായി. എന്താലേ, പണി പാളിയല്ലോ എന്ന്. ഓക്കെ, മനസ്സിലായി. I wish I were a superhero. I would boost my tenure above 500 as obviating universal laws. Okay, preventing universal laws. That's great. കൊള്ളാം. 500 വർഷമൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ കൊള്ളാം, പക്ഷെ ബോറടിക്കും നിനക്ക്. കുറച്ച് നാൾ കഴിയുമ്പോൾ ബോറടിക്കും. 100 പോരെ, 500 വരെ വേണോ? കൊള്ളാം. അടുത്ത് സൊലൈസ്. സൊലൈസ് ഇസ് നൗൺ ആസ് വെൽ ആസ് വേർബ് ആയിട്ട് ഉപയോഗിക്കും. സൊലൈസ് നൗൺ ആയിട്ടും വേർബ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വാക്കാണ്. സൊലൈസ് എന്ന് പറഞ്ഞാൽ കംഫർട്ട്, കൺസൊലേഷൻ എന്നർത്ഥം. അപ്പോൾ വേർബ് ആയിട്ട് പറഞ്ഞാൽ കംഫർട്ട് ചെയ്യുക. കംഫർട്ട് ആസ് എ വേർബ്, കംഫർട്ടും നൗൺ ആണ്, വേർബും ആണ്. അതുപോലെ സൊലൈസ് ചെയ്യുക, കംഫർട്ട് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. കൺസോൾ ചെയ്യുക, ചിയർ ചെയ്യുക, സൊലൈസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോണം. അടുത്തത് ഗ്ലിമർ എന്ന് കേട്ടില്ലേ? ഇപ്പോൾ നമുക്കൊരു സ്റ്റുഡൻ്റ് ഉണ്ടല്ലോ, ലക്ഷ്മിയുടെ ഇതിലെ പേര് ഇതാണ്, ഗ്ലിമർ ഓഫ് സക്സസ് എന്നർത്ഥം. അപ്പോൾ ഗ്ലിമർ എന്ന വാക്കിന് പുള്ളിക്കാരി അങ്ങനെ പേരിട്ടേക്കുന്നത്. ഗ്ലിമറിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഇതാണ്, നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഗ്ലിമർ എന്ന് പറഞ്ഞാൽ ഗ്ലിൻറ്റ്, ഒരു സ്പാർക്കിളിംഗ് ലൈറ്റ്, ഒരു തിളങ്ങുന്ന ഒരു സ്പാർക്കിളിംഗ് ലൈറ്റ് എന്നല്ല, സ്പാർക്കിൾ അല്ലെങ്കിൽ ഗ്ലിൻറ്റ്, തിളക്കം, ലൈറ്റ്, തിളക്കമല്ല, എന്താ പറയുക, ജ്വലിക്കുക, സ്പാർക്കിൾ എന്നൊക്കെ പറയില്ലേ, ജ്വലനം എന്നൊക്കെ പറയില്ലേ, സ്പാർക്കിൾ. അതാണ് ഈ പറഞ്ഞ ഗ്ലിമർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഫ്ലിക്കർ, ഗ്ലിൻഡ്, ഗ്ലോ എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഗ്ലിമർ എന്ന വേർബിൻ്റെ അർത്ഥം ഗ്ലീം ചെയ്യുക, തെളിയുക, ഷൈൻ ചെയ്യുക, അല്ലേ, സ്പാർക്കിൾ ചെയ്യുക ഒക്കെ. സ്പാർക്കിൾ വേർബായിട്ടും പറയും കേട്ടോ, അങ്ങനെ അർത്ഥം. ഓക്കെ, അടുത്തത് അഡ്വേഴ്സറി. അഡ്വേഴ്സറി എന്ന വാക്കിൻ്റെ അർത്ഥം ഇത്രേ ഉള്ളൂ. എപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് ഗ്ലിമറിൻ്റെ കൂടെ ഗ്ലിമർ ഓഫ് ഹോപ്പ്, റേ ഓഫ് ഹോപ്പ് എന്നൊക്കെ കേട്ടില്ലേ, അതാണ് ഗ്ലിമർ ഓഫ് ഹോപ്പ്. അതാണ് ഇന്നത്തെ വാക്കിൽ അതുണ്ട്, ഗ്ലിമർ ഓഫ് ഹോപ്പ്. അഡ്വേഴ്സറി ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അഡ്വേഴ്സറി മാറിപ്പോരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അഡ്വേഴ്സറി, അഡ്വേഴ്സിറ്റി അല്ലേ. അഡ്വേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺഫേവറബിൾ അഡ്ജക്റ്റീവ് ആണ്. അഡ്വേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രബിൾ, ഡിഫിക്കൽട്ടി എന്നൊക്കെ അർത്ഥം. അഡ്വേഴ്സിറ്റി, ഹസർഡ് എന്നൊക്കെ അർത്ഥം. അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് മീനിങ് തന്നെയാണ് എല്ലാത്തിനും അല്ലേ. ഒപ്പോണന്റ്, എതിരാളി, enemy, rival എന്നൊക്കെയാണ് അഡ്വേഴ്സറി എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്തത് ഗ്ലീൻ. നമ്മൾ ഇന്നാണ് ഒരു തവണ ഡിസ്കസ് ചെയ്തത് ഗ്ലീൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഗ്ലീൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഒബ്റ്റെയിൻ, നേടിയെടുക്കുക, ഗെറ്റ് ഓർ ടേക്ക്, എടുക്കുക. ഡ്രോ എന്ന് പറയുമ്പോൾ വരയ്ക്കുക ഡ്രോ അല്ല, മറ്റേ ഡ്രോ ഇല്ലേ, ഡ്രോ സംതിങ് എന്ന് പറയില്ല, ആ ഡ്രോ, നേടിയെടുക്കുക, ഡ്രോയിങ് സംതിങ്, അതാണ്. അപ്പോൾ ഗ്ലീൻ, ഒബ്റ്റെയിൻ, ഗെറ്റ് അല്ലെങ്കിൽ ടേക്ക് എന്നൊക്കെ അർത്ഥം. ഓർ ഡ്രോ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. യാ, ഓക്കെ. 50 മതിയോ? എന്നിട്ടാ നീ 500 പറഞ്ഞേ. കൊള്ളാം. 50 മോർ ദൻ ഇനഫ് അല്ലേ, സന്തോഷമുള്ളത്. ഇന്നാരേവത്, ഇന്ന് ഇംഗ്ലീഷ് പ്രോ തുടങ്ങാം കേട്ടോ. യാ, മൈക്കിൾ ഇസ് എ ലിഞ്ച്പിൻ ഓഫ് അഞ്ജുറ്റി ഫാമിലി. ഓൾ റൈറ്റ്. നമ്മുടെ ഭീഷ്മപർവം അല്ലേ. The linchpin of India government is PM and his cabinet ministers. All right. Okay. Legislative Council is a consultative body. All right. Advisory body alle. Yeah. Easing the curbs with discretionary masking is due to the reduction in number of patients. Yes. Okay. The help offered by Mustafa at the last moment brings in solace to the family of Balan. Okay. Nee kollalo cinema kada vechitalle idu kolla. Yeah.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെറ്റിലോട്ട് പോലെ. നെക്സ്റ്റ് സെറ്റ് ഇതാണ് ഫ്രോട്ട്. ഫ്രോട്ട് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഫ്രോട്ട് ഒരു തവണ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ്. ഫ്രോട്ട് മീൻസ് അതൊരു അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. ഇറ്റ് മീൻസ് ഫിൽഡ് വിത്ത്, ഫുൾ ഓഫ്, മുഴുവൻ, മൊത്തത്തിൽ എന്ന് പറയില്ലേ, അത് ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് സംതിങ്. ഫ്രോട്ട് എന്നുള്ള ഫ്രോട്ടിൻ്റെ കൂടെയും വിത്ത് തന്നെയാണ് നമ്മൾ പ്രിപ്പോസിഷൻ ഉപയോഗിക്കുക കേട്ടോ. ഈ അഡ്ജക്റ്റീവിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ഇസ് വിത്ത്. ഓർത്തോണം, ഈ ഫ്രോട്ടിൻ്റെ കൂടെയും വിത്ത് ഉപയോഗിക്കുന്നത്, ഫ്രോട്ട് വിത്ത് എന്ന് ഉപയോഗിക്കും. ഫിൽഡ് വിത്ത് തന്നെ അർത്ഥം വരുമ്പോൾ. എന്നാൽ പ്രിപ്പോസിഷൻ ഇല്ലാതെ ഉപയോഗിക്കും when it is used as the meaning of anxious, upset. Fraught population എന്ന് പറഞ്ഞാൽ അപ്സെറ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ ആൻഷ്യസ് പോപ്പുലേഷൻ എന്നൊക്കെ പറയില്ലേ, ഓർത്ത് വെച്ചോളൂ. അപ്പോൾ രണ്ടർത്ഥം ഉണ്ട് കേട്ടോ. രണ്ടും അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ തന്നെയാണ്, പക്ഷേ വിത്ത് ഉപയോഗിക്കുക ഫുൾ ഓഫ് അല്ലെങ്കിൽ ഫിൽഡ് വിത്ത് എന്ന അർത്ഥത്തിൽ വരികയാണെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ദ ഷിപ്പ് ഇസ് ഫ്രോട്ട് വിത്ത് മെർച്ചൻറ്റസ്, ഫോറിൻ മെർച്ചൻറ്റസ്. ദ ഷിപ്പ് ഇസ് ഫ്രോട്ട് വിത്ത് എന്ന് വെച്ചാൽ നിറച്ചും ഫോറിൻ മെർച്ചൻറ്റസ് ആണ് എന്ന് പറയും. അങ്ങനെ. അടുത്തത് റെസ്റ്റ്, WREST, റെസ്റ്റ്. വേറെ റെസ്റ്റ് ഉണ്ട്, REST, റെസ്റ്റ് ചെയ്യുക, ആ റെസ്റ്റ് ഉണ്ട്. ഇത് സെയിം ആണ്, ഹോമോഫോൺസ് ആണ്. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റഞ്ച് എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുക, കയ്യിലെടുക്കുക. സ്നാച്ച് ചെയ്യുക, സീസ് ചെയ്യുക, ഗ്രാബ് ചെയ്യുക. റഞ്ച്, സ്നാച്ച്, സീസ്, ഗ്രാബ്, അതാണ് റെസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്തോണേ. അടുത്തത് ഫെയർ. ഓക്കെ, ഫെയർ. അപ്പോൾ ഇവിടെ ഫെയറിൻ്റെ അർത്ഥം ഇതാണ്, നൗണായിട്ട് വേർബായിട്ട് ഉപയോഗിക്കുന്ന ഫെയർ ആണ്. ഫെയർ ഒരുപാട് നമുക്ക് എന്താ പറയുക കൺഫ്യൂസിങ് ഇതിൽ വരരുത്. കാരണം ഈ ഫെയറിൻ്റെ കൂടെ നമുക്ക് വേറൊരു ഫെയറോടെ മനസ്സിലോട്ട് വരാം. ഒബ്വിയസ്ലി നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഫെയർ സെയിം പ്രൊനൗൺസിയേഷനുള്ള വേറൊരു കൺഫ്യൂസിങ് വേർബ് ഉണ്ട്, ഫെയർ ഉണ്ട്. ഈ ഫെയർ അഡ്ജക്റ്റീവ് ആണ്, നൗണും ആണ്. അല്ലെ, നമ്മൾ പറയല്ലേ ജോബ് ഫെയർ, എന്താ ജോലിയുടെ മേള എന്നർത്ഥം ഫെയർ അല്ലേ. ട്രാവൻകൂർ ഫെയർ എന്ന് കേട്ടില്ലേ, ആ ഫെയർ. പിന്നെ ഉള്ള ഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അല്ലേ. ഫെയർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അല്ല, ന്യായമല്ല, ഇറ്റ്സ് നോട്ട് ഫെയർ. പിന്നെ ഫെയർ ആൻഡ് ലവ്ലിയുടെ ഫെയർ ഉണ്ട്, ഫെയർ കളർ ഫെയർ പറയില്ലേ, അതുകൊണ്ട് മീനിങ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഫെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെസ്റ്റ് എന്നർത്ഥം, ഫെസ്റ്റിവിറ്റീസ്, ഫെസ്റ്റ്, പൂരം, അങ്ങനെയൊക്കെ പറയും, മേള, അങ്ങനെ അർത്ഥം. അങ്ങനെ ഫെയർ എന്ന വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ഈ ഫെയർ, FARE ഫെയർ എന്ന നൗണിൻ്റെ അർത്ഥം പ്രൈസ്. ബസ് ഫെയർ ഒക്കെ പറയില്ലേ, ഫെയർ എത്രയാ, കോസ്റ്റ് എത്ര, അതാണ് അർത്ഥം ഫെയർ. പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ്. പിന്നെ വേറൊരു ഫെയർ കൂടെ ഉണ്ട്. ഫെയർ എന്ന് പറഞ്ഞാൽ ഫുഡ്, മീനിങ് ഫുഡ് എന്ന അർത്ഥമുണ്ട് ഫെയറിന് കേട്ടോ, നൗണിന് കേട്ടോ. ഫുഡ് അല്ലെങ്കിൽ മീൽസ് എന്നൊക്കെ അർത്ഥം, ഭക്ഷണം, ഫെയറിന് അർത്ഥമുണ്ട് നൗണായിട്ട്. വേർബ് ഫെയർ ചെയ്തു എന്ന് പറയുന്നത് വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മീനിങ് വേറെയാണ്. പ്രൊസീഡ് ചെയ്യുക, മുന്നോട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുക, പ്രോഗ്രസ് ചെയ്യുക, പ്രൊസീഡ് ചെയ്യുക, ഗെറ്റ് ഓൺ ചെയ്യുക അല്ലേ. സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യത്തിന് നമ്മൾ എന്താ പറയും, ഫെയർ ചെയ്യുക എന്ന് പറയും. പ്രൊസീഡ്, പ്രോഗ്രസ്, ഗെറ്റ് ഓൺ എന്നാണ് ഫെയർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്തോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നല്ലോ, ഞാൻ അവിടെ ഇവിടേക്കും ചെറുതായിട്ട് സ്റ്റക്ക് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിവേ, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ഇപ്പോൾ തൽക്കാലത്തേക്ക്. അടുത്തത് അഡ്ഹെറൻറ്റ്. അഡ്ഹെറൻറ്റ് നൗൺ ആയിട്ടും അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കും. അഡ്ഹെറൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോളോവർ, സപ്പോർട്ടർ എന്നൊക്കെയാണ് നൗൺ ഫോർമുലേഷൻ അർത്ഥം. അഡ്ഹെറൻറ്റ് ടു സംതിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അഡ്ഹിയർ ടു സംതിങ് പറയില്ലേ, ആ വേർബിൻ്റെ നൗണാണ്. സ്റ്റിക്ക് ചെയ്യുക, അതിനോട് നമ്മൾ കൂടിച്ച് ചേർന്ന് നിൽക്കുക, സ്റ്റിക്കിങ്, ക്ലിങ്ങിങ് എന്ന, ക്ലിങ്ങിങ് അല്ലെങ്കിൽ സ്റ്റിക്കി എന്നാണ് അഡ്ഹെറൻറ്റ് എന്ന അഡ്ജക്റ്റീവിൻ്റെ അർത്ഥം. ഓക്കെ, നൗണായിട്ട് ഫോളോവർ, സപ്പോർട്ടർ അല്ലേ, നമ്മൾ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരല്ലേ ഫോളോവേഴ്സ്, സപ്പോർട്ടേഴ്സും സെയിം മീനിങ് തന്നെയാണ്, പക്ഷെ അർത്ഥം മീനിങ് ആണ്, പക്ഷെ വേർഡ്സ് ഒന്ന് ഓർത്ത് വെച്ചോളാം. അടുത്ത ബെക്കൺ. ബെക്കൺ എന്ന വാക്കിന്റെ അർത്ഥം ജസ്റ്റ്, ആംഗ്യം കാണിക്കില്ല, നമ്മൾ കൈയും കാലും ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ കാണിക്കില്ല, അതിനെയാണ് ബെക്കൺ ചെയ്യാറ്. സിഗ്നൽ ചെയ്യുക, ബെക്കൺ ചെയ്യുക. വേറൊരു അർത്ഥം കൂടെ ഉണ്ട്, ഒരർത്ഥം അങ്ങനെ ആംഗ്യം കാണിക്കുക എല്ലാ കാര്യങ്ങളും. എൻറ്റൈസ് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യുക, നമ്മളൊരു കാര്യത്തിനെ വെൽക്കം ചെയ്യുകയാണ് അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുകയാണ്, അതിന് നമ്മൾ ബെക്കൺ എന്ന് പറയും. ഓർത്തോളാം, രണ്ടർത്ഥമുണ്ട്, ആ കാര്യം കൂടെ ഓർത്ത് വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. യാ, ഓൾ റൈറ്റ്. അടുത്തെന്താണ്? മൈ ഫാദർ ഈസ് എ ലിഞ്ച്പിൻ ഓഫ് എ ഫാമിലി. ഓൾ റൈറ്റ്. ഇന്ത്യൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നല്ലേ പറയൂ. ഇന്ത്യൻ ഗവൺമെൻറ് എന്ന് പറയും, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയും. വേറെ എന്താ? ഇന്ത്യ ഗവൺമെൻറ് എന്നോ, ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയും. ഇന്ത്യൻ ഗവൺമെൻറ് എന്ന് പറയുന്ന പോലെ ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയാം, പക്ഷെ ബെറ്റർ യൂസസ് ഇന്ത്യൻ ഗവൺമെൻറ് ആണ്. ഇന്ത്യ ഗവൺമെൻറ് തെറ്റൊന്നുമില്ല കേട്ടോ. There is still a glimmer of hope. Yes. Glean a ball from the basket. All right. Diamonds are glimmering nature. Diamonds are glimmering in nature. അങ്ങനത്തെ അവസ്ഥ, ഷൈനിങ് ഇൻ നേച്ചർ അങ്ങനെയാ. വിദ്യ, ഡയമണ്ട്സ് ആർ ഗ്ലിമറിങ് ഇൻ നേച്ചർ കേട്ടോ. ദെൻ ലിഞ്ച്പിൻ ഓഫ് ഇന്ത്യ ഈസ് അഗ്രികൾച്ചർ. ഓൾ റൈറ്റ്. ACCയുടെ ക്യാഷ് കിട്ടുമ്പോൾ പ്രോ പർച്ചേസ് ചെയ്യാം. ഞാൻ പ്രോ അല്ല ACC ആണ് പർച്ചേസ്. ഓക്കെ രേവതി, നോ പ്രോബ്ലം.
ഓക്കെ, അപ്പം മതി. റെക്കോർഡ് അവൈലബിൾ ആണല്ലോ, നോ പ്രോബ്ലം. ഡയമണ്ട്സ് ആർ ഗ്ലിമറിങ്. ഓക്കെ. ഇതാ ഇപ്പം അക്ഷയ് പറഞ്ഞിട്ടുണ്ട് വിദ്യ, ഡയമണ്ട്സ് ആർ ഗ്ലിമറിങ് നേച്ചർ എന്ന് പറയുമ്പോൾ തെറ്റാ. അതിന് പകരം ഇങ്ങനെ കൊടുക്കാം, ഡയമണ്ട്സ് ആർ ഗ്ലിമറിങ് ഇൻ നേച്ചർ, അത് കറക്റ്റാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ചേഞ്ച് വരുത്താം, ഡയമണ്ട്സ് ഹാവ് ഗ്ലിമറിങ് നേച്ചർ. ഓക്കെ, പിടിച്ചെടുക്കുക അല്ലേ, അത് തന്നെ. ഷീ റസ്റ്റ് കേക്ക് ഫ്രം ഹർ സിസ്റ്റർ. ഓൾ റൈറ്റ്. Getting a divorce is fraught with complex issues. Okay. The thief has wrested her wallet while she was walking down the street. All right. Due to financial crisis in KSRTC, the government increased the bus fare. All right. Russia is trying to wrest the neighboring countries. Snatch. Yes. Coconut fraud with water is one of the duties of God. കൊള്ളാലോ, നമ്മൾ പണ്ട് പറയുന്ന പോലെ അല്ലേ, മഴ പെയ്യുമ്പം മുകളിലിരുന്ന് ദൈവം കരിക്ക് പൊട്ടിക്കുന്നതെന്ന് പറയുന്ന പോലെ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. Gandhiji is an adherent of non-violence. Yes. The boy was a adherent അല്ല, boy was an adherent of Sachin Tendulkar. Follower അല്ലെങ്കിൽ സപ്പോർട്ടർ, അതല്ല ഉദ്ദേശിച്ചേ. ആൻ അഡ്ഹറൻറ്റ്, കാരണം എ സൗണ്ട് എന്താ വവൽ അല്ലേ, അപ്പോൾ എ അഡ്ഹറൻ്റ് അല്ല, ആൻ അഡ്ഹറൻറ്റ്. വവൽസിൻ്റെ കൂടെ എ ആനും കോൺസണന്റ് സൗണ്ട്സിൻ്റെ കൂടെ ഹാർഡ് സൗണ്ട്സിൻ്റെ കൂടെ എ ഉപയോഗിക്കാം കേട്ടോ. ദേവിക ശ്രദ്ധിക്കണേ. ഗുഡ് മോർണിംഗ് സുബിൻ സർ. കൊള്ളാം. അടുത്തത്, അഡ്ഹറൻസ് ആർ ഓൾവേസ് എ സ്കേപ്പ് ഗോഡ് ഇൻ പൊളിറ്റിക്സ്. യെസ് ദേ ആർ അല്ലേ, നമ്മൾ സ്ഥിരം കാണുന്നില്ലേ, ഇന്നും ഇന്നലെയും എല്ലാം വാർത്തയിൽ കണ്ട കാര്യമാണ് അല്ലേ. ദ ബോട്ടിൽ ഇസ് ഫ്രോഡ് വിത്ത് വാട്ടർ. ഗ്രേറ്റ്. ഫെയർ പ്രൈസ് എന്ന് പറയില്ലേ മാം? പറയും, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫെയർ പ്രൈസ്, അതായത് ഫെയർ പ്രൈസ് എന്ന് പറയില്ലേന്നോ? ഇറ്റ്സ് എ മറ്റ് ഫെയറിന്റെ മീനിങ് പ്രൈസ് ആണ്. ഫെയർ പ്രൈസ് എന്ന് പറഞ്ഞു, ഫെയർ പറഞ്ഞു, അതായത് ജസ്റ്റ് റീസണബിൾ ആയ പ്രൈസ് ആണ് എന്നാണെങ്കിൽ ഈ ഫെയർ പ്രൈസാ പറയാം. ലൈക്ക് ഇപ്പം എന്നോട് രേവതി ചോദിച്ചാണെങ്കിൽ ഇറ്റ്സ് ഫെയർ പ്രൈസ് എന്ന് പറഞ്ഞു. യു കെ നോട്ട് യൂസ് FARE പ്രൈസ് എന്ന് പറയില്ല. അതിൻ്റെ അർത്ഥം പ്രൈസ് എന്നാണ് അർത്ഥം, അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ അല്ല അത്. ഇതാണ് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണേ. Students have started to beckoned അല്ല, students have started to beckon. ഞാൻ പറഞ്ഞു 2 + V1, 2 infinitive അല്ലേ. Students have started to beckon each other while teachers started asking questions. Each other അല്ല, one another. Students ഒരുപാട് പേരില്ലേ, 2 പേരല്ലല്ലോ, അപ്പോൾ one another കൊടുക്കുക. Students have started to beckon one another while teacher started asking questions. ബസ് ഫെയറിന് മുമ്പ് ദ ആർട്ടിക്കിൾ വേണോ? ബസ് ഫെയറിന് മുമ്പ് ദ ആർട്ടിക്കിൾ, ദ ബസ് ഫെയറോ? ആർട്ടിക്കിൾ വേണമെങ്കിൽ കൊടുക്കാം. പെർട്ടിക്കുലർ ആയിട്ടൊരു ബസ് ഫെയറിനെ പറ്റിയാണ് പറയുന്നെങ്കിൽ ദ ബസ് ഫെയർ കൊടുത്തു, അല്ലെങ്കിൽ നോർമലി കൊടുക്കില്ല. കാരണം പെർട്ടിക്കുലർ ആയിട്ടൊരു കാര്യമല്ല പറയുന്നത്, കോമൺ ആയിട്ട് യൂസേജിൽ ദ എന്ന ആർട്ടിക്കിളിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതായത് ബസ് ഫെയർ, ദ ബസ് ഫെയർ വേണ്ട. ദാറ്റ്സ് ഇറ്റ്. Policeman beckoned us to turn left. Okay, just heard you. Yes. The thief wrested his wallet. Okay, what is the fare of that? 1. All right. Cost. Yes. Fair price. Yeah. Fair means price. അത് തന്നെ, അതാണ് ഇപ്പോൾ പറഞ്ഞല്ലേ. അതെ, സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആണ്. യെസ്, അതാണ് ഹോമോണിംസ്. സ്പെല്ലിംഗ് ഡിഫറെൻ്റ് ആണ്, ബട്ട് സൗണ്ട് ഒക്കെ ഒരുപോലെ ഇരിക്കും. ഹോമോണിംസ്, ഹോമോഫോൺസ് ഒക്കെ ഉണ്ട്, അതാണ്. ഓക്കെ, നെക്സ്റ്റ് സെറ്റ്, ലാസ്റ്റ് സെറ്റ് ആണ് ഗാർഡനർ അല്ല, ഗാർണർ ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്യുക, അക്യുമുലേറ്റ് ചെയ്യുക. വേർബ് പഠിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ, ഓർത്ത് വെച്ചോളാം. ആൻഡ് അടുത്തത് ബിലീഗർ, വേർബായിട്ട് ഉപയോഗിക്കും. ആൻഡ് ബിലീഗേർഡ് എന്ന് പറയുമ്പോൾ അതിനെ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. V3 ഫോം അഡ്ജക്റ്റീവ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കില്ല, പാർട്ടിസിപ്പിൾ ഫോമിലെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓർത്തോണേ, ബിലീഗർ മീൻസ് ട്രബിൾ ചെയ്യുക, കഷ്ടപ്പെടുത്തുക. സോ ബിലീഗേർഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ട്രബിൾഡ് പോപ്പുലേഷൻ. ബിലീഗർ ചെയ്യുക മീൻസ് സറൗണ്ട് ചെയ്യുക, എൻസർക്കിൾ ചെയ്യുക എന്നൊക്കെ പറയില്ലേ. സോ ബിലീഗേർഡ് വിത്ത് poverty, surrounded with poverty, encircled with poverty എന്നൊക്കെ പറയില്ലേ സംഭവം. അടുത്ത ടേൺ കോട്ട്, കേട്ടിട്ടുള്ള ആയിരിക്കും. 1 വേർഡ് ഒക്കെ ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്, അല്ലാതെ സിനോണിംസ് ആയിട്ട് ചോദ്യം വരാറുണ്ട്. ടേൺ കോട്ട് മീൻസ് ട്രൈറ്റർ. നമ്മൾ പറയില്ല, ഈ ഒരു പാർട്ടിയിൽ നിന്ന് മറുകണ്ടം ചാടുന്ന ആളെ പറയുന്നവരാണ് ടേൺ കോട്ട്. ഓർഗനൈസേഷനിൽ നിന്നോ പാർട്ടിയിൽ നിന്നോ ഒക്കെ പോകുന്നതിന്. ട്രൈറ്റർ, റെനഗെയ്ഡ്, ഡിഫെക്റ്റർ. മീനിങ് ഓർത്ത് വെച്ചോണേ. ട്രൈറ്റർ, റെനഗെയ്ഡ്, ഡിഫെക്റ്റർ. ഇതാണ് നമ്മൾ പറയുന്ന, എന്താണ്, ചതിച്ചിട്ട് മറ്റു സ്ഥലത്തോട്ട് ചാടുന്ന ആളെ നമ്മൾ വിളിക്കുന്നതാണ് ടേൺ കോട്ട് എന്ന് പറയും. അല്ലെങ്കിൽ ട്രൈറ്റർ, റെനഗെയ്ഡ്, ഡിഫെക്റ്റർ. ഓർത്തോണം. ഓക്കെ, യെസ്. ഹി beckoned me for his sister's marriage. All right. Invited അല്ലേ? യാ. ഓക്കെ, അപ്പോൾ സെറ്റ് അല്ലേ? ഒന്ന് ഓർത്ത് വെച്ചോണേ. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമുക്കിപ്പോൾ 47 പേര് ലൈവിലുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം?
ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് റിമോമിസ് ഞാനും വരുന്നുണ്ട്. നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ട്, ഇംഗ്ലീഷിലെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ. അപ്പോൾ വൺസ് ഇൻ എ വൈൽ നമ്മളൊരു ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ വെക്കാറുണ്ട്, നമ്മൾ വെബിനാർ വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് ഞാനും റിമോമിസും വരുന്നുണ്ട്. ഡൗട്ട് ക്ലിയറിംഗ് സെഷനാണ്. നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ ചോദിക്കാൻ വിട്ടുപോയി, ആരോടെങ്കിലും ചോദിക്കാൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, അയ്യോ നാണക്കേട്ടല്ല അവരെന്ത് വിചാരിക്കും എന്നെ പറ്റി എന്നൊക്കെ മടിച്ചിരുന്ന് ചോദിക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ആസ്കസ്, എന്നോടോ റിമോമിസിനോട് ചോദിക്കാൻ. ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് സെഷൻ ഉണ്ട് നമ്മുടെ കേട്ടോ. ഇംഗ്ലീഷിൽ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയറിംഗ് സെഷനാണ്. നമുക്ക് ഇംഗ്ലീഷ് അടിപൊളിയായിട്ട് കൊണ്ടുപോകണം. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് നമ്മുടെ സെഷനിൽ വരാം അറ്റ് 1 PM 1 മണിക്ക് കേട്ടോ, മറക്കണ്ട കേട്ടോ. ഇന്ന് സെഷനുണ്ട്. ഞാനൊരു ഷോർട്സ് ഇന്നലെ ചെയ്തായിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ ഇന്ന് കാണാം അറ്റ് 1 PM. അതുപോലെ നമ്മൾ ഡിഗ്രി പ്രിലിംസിൻ്റെ ബാച്ച്, രണ്ടാമത്തെ ബാച്ച് 2.0 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ലോഞ്ച് ചെയ്തിട്ടുണ്ട് ബാച്ച്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 27-ാം തീയതിയാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ ഞാൻ പറഞ്ഞു നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, പെട്ടെന്നൊന്നും പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റില്ല. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എനർജി, ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു ലേൺ ഇറ്റ്. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഇത് വലിയൊരു ബാച്ചാണ്, വലിയൊരു കടമയാണ് ഡിഗ്രി ലെവൽ എക്സാം എഴുതി തീർക്കുക എന്ന് പറയുന്നത്. കാരണം അത്രയും കവർ ചെയ്യാനുള്ള പോർഷൻ, വാസ്റ്റായ സിലബസ് ആണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം, ഇനിയും താമസിക്കാൻ പാടില്ല. ഇനി കഴിഞ്ഞ ബാച്ചിൽ നമ്മൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ അല്ലെങ്കിൽ 4 days a week ആയിരുന്നു ക്ലാസ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 2 ക്ലാസ്സുകൾ ഡെയിലി പോകും, സൺഡേസ് ഒഴിച്ച്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന 27-ാം തീയതിയാണ്. ജോയിൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് പഠിച്ചെടുക്കാറുണ്ട്. ജൂലൈ മാസത്തോളം നമ്മുടെ ക്ലാസ്സുകളുണ്ടാവും, ഓഗസ്റ്റ് മാസത്തോളം ഉണ്ടാവും ക്ലാസ് പറഞ്ഞു വരുമ്പോൾ. പിന്നെ ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബറൊക്കെ ആവും നമ്മുടെ എക്സാം വരുന്നതാണ് പ്രതീക്ഷ. ഓക്കെ, എനിവേസ് ലെറ്റ്സ് മൂവ് ടു അവർ ആർട്ടിക്കിൾ. ഇതാണ് നമ്മുടെ ആർട്ടിക്കിൾ. അപ്പോൾ വൊക്കാബ് മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോളൂ. എല്ലാവരും തംസപ്പ് ഇട്ടല്ലേ? ഓക്കെ, ഗ്രേറ്റ്. ദ റൈറ്റ് പ്രൈസ് ഇതാണ് ഇന്നത്തെ നമ്മൾ ടെലികോം സെക്ടറിൻ്റെ 5Gയുടെ ആർട്ടിക്കിളാണ്. സോ ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. നമുക്ക് വായിച്ചു നോക്കാം. If they can garner 19 points in the process, they will also seal the championship. All right. The Russian army is planning to wrest control from Ukraine. All right. അപ്പോൾ സെറ്റല്ലേ? അപ്പോൾ നമുക്ക് നേരെ പോയി നിങ്ങൾ പകുതി പേര് പോലും വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അതാ എനിക്ക് സങ്കടം. വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ഇട്ടിട്ട് കൂടെ പോകുകയാണെങ്കിൽ ഒരു സന്തോഷമല്ലേ? നിങ്ങൾക്കൊരു സന്തോഷം, എനിക്കും സന്തോഷം. ഓക്കെ, അപ്പോൾ I don't like coin garnering. I avoid it, but coin garnering likes me. I can't avoid it. ഓ, അത് നിനക്ക് കൊള്ളാം. നീ ഫുൾ KGF ആണല്ലോ, അത് ഫുൾ KGF ലൈനാണ്. ഓക്കെ, എനിവേസ് ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. നമ്മുടെ ആർട്ടിക്കിളിലോട്ട് പോകാം. ആർട്ടിക്കിളിൻ്റെ ടൈറ്റിൽ ഇതാണ്, ദ റൈറ്റ് പ്രൈസ്. കൃത്യം എന്താ പറയുക, ശരിയായ അല്ല ഫെയർ പ്രൈസ്, അതിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. റൈറ്റ് പ്രൈസ്, കൃത്യമായിട്ടുള്ള പൈസ അല്ലെ, കോസ്റ്റ്. നിങ്ങൾക്കറിയാം ട്രൈ ടെലികോം സെക്ടറാണ്. ട്രൈ മൈറ്റ് നീഡ് ടു റീവിസിറ്റ് ഇറ്റ്സ് റെക്കമെൻഡേഷൻ ടു എൻഷുർ ദ വയബിലിറ്റി ഓഫ് ടെലികോസ്. അപ്പോൾ ട്രൈ എന്ത് ചെയ്യണം, റീവിസിറ്റ് ചെയ്യണം. ഒരു മൈറ്റ് നീഡ് ടു, ആവശ്യമുണ്ടാകും, റീവിസിറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. അതിൻ്റെ റെക്കമെൻഡേഷൻ ടു എൻഷുർ ദ വയബിലിറ്റി, വർക്കബിലിറ്റി, ഫീസിബിലിറ്റി അല്ലെങ്കിൽ ടെലികോസ് വർക്ക് ചെയ്യണം. അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണമെങ്കിൽ, അതിന് പ്രാക്ടിക്കാലിറ്റി എൻഷുർ ചെയ്യണമെങ്കിൽ കുറച്ച് റെക്കമെൻഡേഷൻസ് ഒന്ന് റീവിസിറ്റ് ചെയ്യേണ്ട കാര്യം, ഒന്ന് റെഗുലേറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ. The Regulatory Authority of India's latest recommendation on the auction of airwaves identified for 5G services, particularly the pricing of spectrum, have triggered disappointment within the industry. While TRAI has proposed cuts of about 35 to 45% on the reserve prices at which the relevant frequency bands of spectrum could be auctioned, telecom sector providers contend that recommendations run counter to the spirit behind the relief cum reforms package. അപ്പോൾ പറഞ്ഞു വരുന്നതാണ്, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഇന്ത്യയുടെ, അവരുടെ ട്രൈയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. ഓപ്ഷന്, നമ്മുടെ ഇതിന് എന്താണ് പറയുക, ലേലത്തിൻ്റെ എന്തിനു വേണ്ടിയിട്ടുള്ള ഇതാണ്, എയർവേവ്സിൻ്റെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, 5G സർവീസസിന് വേണ്ടിയിട്ടുള്ള എയർവേവ്സിൻ്റെ ലേലത്തിന് വേണ്ടിയിട്ട്. പർട്ടിക്കുലറായിട്ട് ഒരു പറയുകയാണെങ്കിൽ സ്പെക്ട്രത്തിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി പറയുന്ന ആ ഒരു ലേലം ശരിക്കും പറഞ്ഞാൽ അത് ട്രിഗർ ചെയ്തു. അത് എന്താ പറയുക, കുറച്ചൊന്ന് വേഴ്സൺ ചെയ്യിപ്പിച്ചു. ഇൻഡസ്ട്രിയിൽ തന്നെ ഡിസപ്പോയിൻമെൻറ്റിന് കാരണമായി. ഡിസപ്പോയിൻമെൻറ്റ് ട്രിഗർ ചെയ്തു ഇൻഡസ്ട്രിയിൽ തന്നെ കേട്ടോ. അപ്പോൾ ട്രൈ പ്രപ്പോസ് ചെയ്ത പ്രപ്പോസൽ ഇതായിരുന്നു, 35 to 40% കട്ട്സ് അതിൻ്റെ റിസർവ് പ്രൈസിൽ 35 to 40% കട്ട്സ് കൊണ്ടുവരാം. ഓക്കെ, അതായത് നമ്മുടെ ബാൻഡ്, ഫ്രീക്വൻസി ബാൻഡ് സ്പെക്ട്രം കൊടുക്കുന്ന ഓപ്ഷൻ ചെയ്യുന്ന ആ ഇതിൽ നിന്ന് അതിൻ്റെ പ്രൈസിന്, ആ ബാൻഡ് വിത്തിനുള്ള ആ ബാൻഡിൻ്റെ പ്രൈസിനുള്ള, റിസർവ് പ്രൈസിനുള്ള ഒരു കട്ട് 35 to 40% ഡിസ്കൗണ്ട് കൊടുക്കാം എന്നൊരു രീതിയിൽ കേട്ടോ. അപ്പം അതിൽ ടെലികോം സർവീസ് പ്രൊവൈഡേഴ്സ് പറയുന്നത്, ദേ ആർഗ്യൂ അല്ലെങ്കിൽ അതേ അസേർട്ട്, അവർ ക്ലെയിം ചെയ്യുന്നതാണ്, ദേ കണ്ടന്റ്. ഇവിടെ ക്ലെയിം എന്നർത്ഥമാണ്, മറ്റേ കണ്ടന്റ് അല്ല കേട്ടോ.
ഞാൻ പറഞ്ഞല്ലോ ഫേസ് ചെയ്യുക റെസിസ്റ്റ് ചെയ്യുക ആ കണ്ടന്റ് അല്ല. ദേ ക്ലെയിംഡ് ദാറ്റ് പ്രൊവൈഡേഴ്സ് ക്ലെയിം ദാറ്റ് അവർ ക്ലെയിം ചെയ്യുന്നതാണ് റെക്കമെൻഡേഷൻസ് എന്താ ചെയ്യുക അത് കൗണ്ടർ ആയിട്ടാണ് റൺ ചെയ്യുന്നത് ടു ദ സ്പിരിറ്റ് ബിഹൈൻഡ് ദ റിലീഫ് കം റിഫോംസ് പാക്കേജ്. ശരിക്കും പറഞ്ഞാൽ ഈ ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ റീവിസിറ്റ് ചെയ്യണം അതിൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഓൾറെഡി ട്രൈഡ് റെക്കമെൻഡേഷൻ ഉള്ളത് അത് നടക്കുന്നത് അത് വർക്ക് ചെയ്യുന്നത് കൗണ്ടർ ആയിട്ടാണ്. എന്തിൻ്റെ കൗണ്ടർ ആയിട്ടാണ്? ഇന്ന സ്പിരിറ്റിൻ്റെ റിലീഫ് കം റിഫോം ബേസിസിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. റിലീഫ് കം റിഫോം ബേസിസിലാണ് കൊണ്ടുവന്ന പാക്കേജിലാണ്. അതിൻ്റെ കൗണ്ടർ ആയിട്ട് അതിനെതിരായിട്ടുള്ള രീതിയിലാണ് റെക്കമെൻഡേഷൻ ഇപ്പോൾ നടന്നു പോകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താ റിലീഫ് കം എന്താണ് റിഫോം ബേസിസ് പാക്കേജ് അൺവീൽഡ് ബൈ ദ ഗവൺമെൻറ് ലാസ്റ്റ് സെപ്റ്റംബർ. അപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഗവൺമെൻറ് ഡിസ്ക്ലോസ് ചെയ്തായിരുന്നു, എന്ത് ചെയ്തു, റിവീൽ ചെയ്തായിരുന്നു. അതിൻ്റെ റെക്കമെൻഡേഷനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, all right. In acknowledging the extent of stress as well as the ripple effects that protracted distress in the industry would have on the economy, the Union Cabinet had at the time decided, among other measures, to increase the tenure of spectrum assignment to 30 years from 20 years. The regulator, however, has proposed charging 1.5 times the reduced reserve price for a 30-year tenure on spectrum, thereby virtually negating the proposed cut and undermining the government's aim of making spectrum affordable enough to. പറഞ്ഞു വരുന്നതാണ് ഇതിൻ്റെ സ്ട്രെസ്, ഇതിന് എത്രത്തോളം സ്ട്രെസ് ഉണ്ട്, എക്സ്റ്റെൻഡ് അതിൻ്റെ ലെവൽ ഓഫ് സ്ട്രെസ്, അതിൻ്റെ ഡിഗ്രി ഓഫ് സ്ട്രെസ്, എത്രത്തോളം സ്ട്രെസ് ഉണ്ട് ഇതിൻ്റെ എന്ന് അക്നോളജ് ചെയ്യുമ്പോൾ മാത്രമല്ല അത് ഒന്ന് സ്ട്രെസ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ റിപ്പിൾ ഇഫക്റ്റ്. ഇതിൻ്റെ കാരണം എന്താ പറയുക, ഒരു കാരണത്തിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന റിപ്പിൾ എഫക്റ്റ് ഉണ്ടല്ലോ, ചെയിൻ റിയാക്ഷൻസ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഈവൻറ്റ്സ് ഉണ്ടല്ലോ, അത് പ്രൊലോങ് ചെയ്യും. ആ ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ഡിസ്ട്രെസ്, ബുദ്ധിമുട്ട്, ട്രബിൾ കൊണ്ടുവരാനുണ്ട്. ഓക്കെ, ആൻഡ് അത് എത്രത്തോളം ഇക്കോണമിയെ ബാധിക്കും എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂണിയൻ ക്യാബിനറ്റ് ആ സമയത്ത് ഡിസൈഡ് ചെയ്തു. മറ്റ് മെഷേഴ്സിൻ്റെ കൂടെ തന്നെ ചെയ്തു, നമുക്ക് എന്ത് ചെയ്യാം, ടെന്യൂർ ഓഫ് സ്പെക്ട്രം ഇൻക്രീസ് ചെയ്യാം. 20 ഇയേഴ്സിൽ നിന്ന് 30 ഇയേഴ്സിലോട്ട് അതിൻ്റെ ടെന്യൂർ കൂട്ടിയെടുക്കാം, കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ എന്ന് ആക്കി. ദ റെഗുലേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അവർ പ്രപ്പോസ് ചെയ്തേക്കുന്നത് വെച്ചാൽ 1.5 ടൈംസ് എന്താണ് 1.5 മടങ്ങ്, അതായത് 1.5 ടൈംസ് അതിന് മാഗ്നിറ്റ്യൂഡ് റെഡ്യൂസ്ഡ് റിസർവിൻ്റെ, അതായത് പൈസ കുറച്ച് റിസർവ് പ്രൈസിൻ്റെ കുറച്ച് അതിൻ്റെ 1.5 മടങ്ങ് 30 ഇയറിൽ കൊടുക്കണം, 30 വർഷത്തെ ടെന്യൂറിൽ നമ്മൾ കൊടുക്കണം. അങ്ങനെ എന്ത് ചെയ്യാണ് അവർ പൈസ അതേ സമയത്ത് നമുക്ക് ടെന്യൂർ 30 വർഷത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ പൈസ ചാർജ് കൂട്ടുകയും കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ചാർജ് കൂട്ടുമ്പോൾ അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിർച്വലി അത് നെഗറ്റീവാണ് ചെയ്യുന്നത്. ഈ കൊടുത്ത 35 to 40% കട്ട് നമ്മൾ എന്ത് ചെയ്യണം, നെഗേറ്റ് ചെയ്തോളാം അറിയുന്നത്. അങ്ങനെ അപ്പോൾ ഗവൺമെൻറ് എയിം ചെയ്തിരിക്കുന്നത് എന്തായിരുന്നു, ഈ സ്പെക്ട്രം എന്താണ് അഫോർഡബിൾ ആക്കണം, എല്ലാവരിലോട്ടും അഫോർഡബിൾ ആക്കണം, അത്യാവശ്യം അഫോർഡബിൾ ആക്കണം, അഫോർഡബിൾ ഇനഫ് ആക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രപ്പോസ് കട്ടിനെ നമ്മൾ നെഗേറ്റ് ഇല്ലാണ്ട് മൈൻഡ് ചെയ്യുന്നില്ല, വി ആർ ഇഗ്നോറിങ് ഇറ്റ്. നെഗേറ്റീവ് മീൻസ് ഇഗ്നോറിങ്. അപ്പോൾ 35 to 40% നമ്മൾ നെഗേറ്റ് ചെയ്ത് കളയുന്ന രീതിയിലാവും. ഓക്കെ, ആൻഡ് ഇനഫ് ടു എൻകറേജ് ഗ്രേറ്റർ പാർട്ടിസിപ്പേഷൻ ഇൻ ഓപ്ഷൻ. അപ്പോൾ ഈ പറയുന്ന നമ്മൾ റേറ്റ് കുറയ്ക്കുമ്പോൾ, അഫോർഡബിൾ ആക്കുമ്പോൾ ഒരുപാട് പാർട്ടിസിപ്പേഷൻ കൂടുമല്ലോ, ഈ ലേലത്തിൽ ഒരുപാട് പാർട്ടിസിപ്പേഷൻ കൂടുന്നു. ഐറോണിക്കലി എന്ന വൈരുദ്ധ്യപരമായിട്ട് ട്രൈസ് recommendation cite a November letter from DOT which had underscored the factor that only 35% of the spectrum on offer at the last auction had been sold, so showing that the regulator was conscious of the need to further rationalize the reserve price. Tries reasoning for the reserve prices. An elaborate consultative process notwithstanding appears steeped in a conservative approach that discounts challenges the industry is currently facing as well as the significant capital investments needed to. അപ്പോൾ പ്രതിസന്ധിയിലിരിക്കുന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പം മാറ്റിപ്പിടിക്കണം ഇതിൻ്റെ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. കാരണം വെച്ചാൽ ട്രൈയുടെ റെക്കമെൻഡേഷൻസ് മെൻഷൻ ചെയ്യുന്നത്, സൈറ്റ് ചെയ്യുന്നത്, കോട്ട് ചെയ്യുന്നത് കഴിഞ്ഞ നവംബറിലെ ലെറ്ററിലാണ്, ഡോട്ടിൽ നിന്ന് വന്ന ലെറ്ററിലാണ്. അതിൽ അണ്ടർസ്കോർ ചെയ്യുന്നത്, അത് ഹൈലൈറ്റ് ചെയ്യുന്നത്, അണ്ടർസ്കോർ മീൻസ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതാണ്. 37%, ആകെ 37% സ്പെക്ട്രത്തിൻ്റെ 37% ഓൺ ഓഫർ ആണ് കേട്ടോ ലാസ്റ്റ് ഓപ്ഷനിൽ സെല് ചെയ്യപ്പെട്ടു പോയത്.
അപ്പോൾ അവിടെ പറയുന്ന വെച്ചാൽ ഈ കാര്യം റെഗുലേറ്റർ സർവീസസുകാർക്ക് ദേ ആർ കോൺഷ്യസ്, അവർക്കറിയാം. അപ്പോൾ അത് പൈസ വളരെ കൂടുതലായിട്ട് 35% സോൾഡ് ഔട്ട് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ റേറ്റ് കുറയ്ക്കണം, റിസർവ് പ്രൈസിന്റെ റേറ്റ് കുറയ്ക്കണം എന്ന് അവർക്കറിയാം. കാരണം കുറച്ചുകൂടെ ഒരു ലോജിക്കലി അത് റിസർവ് പ്രൈസ് എന്ത് ചെയ്യണം, നമ്മൾ അതിനെ ഒന്ന് റാഷണലൈസ് ചെയ്യണം എന്നുള്ള കോൺഷ്യസ്നസ് അവർക്കുണ്ട്. അത് ലെറ്ററിൽ എവിഡന്റ് ആയിരുന്നു. അപ്പോൾ എന്നാൽ റീസണിങ് ഫോർ ദ റിസർവ് പ്രൈസ്, അവരുടെ റീസണിങ്, അതിനെപ്പറ്റിയുള്ള അവരുടെ ലോജിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഇലോബറേറ്റീവ് കൺസൾട്ടീവ് പ്രോസസ്സാണ് അല്ലേ. അത് വീണ്ടും ഒരു കൺസൾട്ടീവ്, നമുക്ക് വേണ്ടത് റീസണബിൾ ആയ ഒരു തോട്ട് പ്രോസസ്സാണ്, ചിന്തയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് മാനേജ് ചെയ്ത് ഒന്ന് സെറ്റാക്കി വെക്കണം, ഒന്ന് അഡ്ജസ്റ്റ്മെന്റിലൂടെ പോകണമെന്നുള്ളതാണ്. എന്നാലേ നമുക്ക് ഓപ്ഷൻ വർദ്ധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ബയേഴ്സ് കൂടുതൽ വരത്തുള്ളൂ. പക്ഷെ ഇവിടെ നടക്കുന്നത് അവരുടെ കൺസൾട്ടേറ്റീവ് പ്രോസസ്സ്, അവരുടെ അഡ്വൈസറി പ്രോസസ്സ് നടക്കുന്ന മൊത്തം ഒരു കൺസർവേറ്റീവ് രീതിയിലാണ്, ഇടുങ്ങിയ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരെന്ത് തീരുമാനിക്കുന്നു ആ രീതിയിൽ കുറേ ഡോൺസ് ഉണ്ടാവും അവിടെ. അപ്പോൾ ആ കാര്യങ്ങൾ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലിമിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതാണ് കൺസർവേറ്റിസം നമ്മൾ പറയാറ്, കൺസർവേറ്റീവ് അപ്രോച്ചാണ്. അപ്പോൾ അവിടെ ഒരുപാട് ചലഞ്ച് ഇൻഡസ്ട്രീസിൽ ഓൾറെഡി ചലഞ്ച് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ സിഗ്നിഫിക്കൻറ്റ് ക്യാപിറ്റൽ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് വേണം. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ഗ്രോത്ത് നടക്കില്ല. അപ്പോൾ നീഡഡ് ടു മോഡേണൈസ് കൺട്രീസ് ടെലികോം നെറ്റ്വർക്ക്. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ നമ്മുടെ ടെലികോം നെറ്റ്വർക്ക്സിനെ നമുക്ക് മോഡേണൈസ് ചെയ്യാൻ പറ്റില്ല, അതിന് ഡെവലപ്മെന്റ് വരാൻ പറ്റില്ല, കുറച്ചുകൂടി മോഡേൺ ആക്കാൻ മാറ്റാൻ, ഡെവലപ്പ് ചെയ്യാൻ ടെലികോം നെറ്റ്വർക്കിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന അമൗണ്ടിൽ ഇത് കുറയ്ക്കണം. എന്ത് കുറയ്ക്കണം? റിസർവ് പ്രൈസ് കുറയ്ക്കണം. ആൻഡ് ആൾക്കാർ എന്താ പറയുക, പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിന് വരുമ്പോഴാണെങ്കിലും അവർക്ക് റീസണബിൾ ആയി അഫോർഡബിൾ ആയ രീതിയിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. And let's move to the next paragraph. A look at some of the countries that have so far successfully rolled out 5G networks shows that Japan and South Korea avoided auctions and instead adopted the discretionary approach to spectrum allotment. True, this approach was abandoned by India after the Supreme Court in 2012 struck down the grant of 2G licenses and mandated auctions as the best method to obviate malfeasance in the exercise of discretionary powers. Still, an auction would ensure that the resource being offered is actually bid for and utilized only if. അപ്പം ഇനി നമുക്ക് അതിൻ്റെ ഡിറക്റ്റായ കാര്യങ്ങൾ, കോൺസിക്വൻസിനെ പറ്റിയും കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയും നോക്കാം. അപ്പോൾ നമ്മൾ ചില ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ട് 5G കൊണ്ടുവന്ന നെറ്റ്വർക്ക് ലോഞ്ച് ചെയ്ത ആൾക്കാർ, സക്സസ്ഫുള്ളി ലോഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരുടെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ 5G നെറ്റ്വർക്ക് ഓൾറെഡി കൊണ്ടുവന്ന ആൾക്കാർ, എസ്പെഷ്യലി ജപ്പാൻ ആൻഡ് സൗത്ത് കൊറിയ, അവിടെ രണ്ടുപേരും നമ്മൾ എടുത്ത് നോക്കുവാണെങ്കിൽ, ജപ്പാനിലാണെങ്കിലും സൗത്ത് കൊറിയയിലാണെങ്കിലും എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്തു, ഓപ്ഷൻസ് വേണ്ടെന്ന് വെച്ചു. ഈ പറയുന്ന ലേലം വേണ്ടാന്ന് വെച്ചു ഒരുപാട് ചെയ്തത് അവർ ആദ്യം ചെയ്തിട്ട് അവർ ഓപ്ഷൻസ് അവോയ്ഡ് ചെയ്തു. എന്നിട്ട് അവർ അഡോപ്റ്റ് ചെയ്ത സ്ട്രാറ്റജി എന്താ ചോദിച്ചാൽ അവർ ഡിസ്ക്രിഷണറി അപ്രോച്ചാണ് കൊടുത്തത്. വോളണ്ടറി അപ്രോച്ച്, സ്പെക്ട്രം അലോട്ട്മെന്റ് ഒരു വോളണ്ടറി അപ്രോച്ചിൽ കൊടുത്തു. അപ്പോൾ ഡിസ്ക്രിഷണറി അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വോളണ്ടറി ആയിട്ട്, ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും ഓപ്പൺ ആണ്, ആർക്ക് വേണമെങ്കിലും വേണ്ടവർക്ക് എടുക്കാൻ വോളണ്ടറി ആയിട്ട് അല്ലേ, അല്ലാതെ കമ്പൽസറി ആയിട്ട് വേണമെന്നുള്ള രീതിയിലൊന്നുമില്ല. അപ്പോൾ എന്നാൽ ഈ അപ്രോച്ചിന് പ്രശ്നമുണ്ട്. ഇന്ത്യ ഇത് അബാൻഡൻ ചെയ്തത്, ഈ അപ്രോച്ചിനോട് താല്പര്യമില്ല ഇന്ത്യ ഓൾറെഡി. കാരണം സുപ്രീം കോടതി 2012 കൃത്യമായിട്ട് സ്ട്രക്ക് ഡൗൺ ചെയ്തായിരുന്നു, അല്ലെങ്കിൽ നള്ളിഫൈ ചെയ്തായിരുന്നു. സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ നള്ളിഫൈ ചെയ്യാം അല്ലേ, നള്ളിഫൈ ചെയ്തായിരുന്നു എന്ത് 2G സർവീസസിൻ്റെ ലൈസൻസ്. ആൻഡ് ഓതറൈസ് ചെയ്തു ഓപ്ഷൻസ്, എന്നിട്ട് അപ്രൂവ് ചെയ്തു ഓപ്ഷൻസിന് വേണ്ടിയിട്ട്, ലേലത്തിന് അപ്രൂവൽ കൊടുത്തു. അതാണ് ബെസ്റ്റ് മെത്തേഡ്. എന്തിനു വേണ്ടിയിട്ടാ? ഇത് ഒബ്വിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഈ പബ്ലിക് ഒഫീഷ്യൽസിൻ്റെ മിസ്കോണ്ടക്ട്, അവരുടെ മിസ്കോണ്ടക്ട്, മൽഫിസൻസ്, ഓർക്കണേ, മിസ്കോണ്ടക്ട് ഓഫ് ദ പബ്ലിക് ഒഫീഷ്യൽസ്, അത് കൊണ്ടുവരാൻ. കാരണം ഡിസ്ക്രിറ്ററി പവർ കൊടുത്താൽ, വോളണ്ടറി പവർ കൊടുത്താൽ പബ്ലിക് ഒഫീഷ്യൽസ് എന്ത് ചെയ്യും, അത് യൂട്ടിലൈസ് ചെയ്യും, എക്സ്പ്ലോയിറ്റ് ചെയ്യും. അവരുടെ എന്ത് ചെയ്യും, പരമാവധി അതിനെ ഉപയോഗിച്ച് മനുഷ്യന് ദ്രോഹം ഉണ്ടാക്കി വെക്കും. അപ്പോൾ അതുകൊണ്ട് അത് 2012 നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു കാര്യം നള്ളിഫൈ ചെയ്തായിരുന്നു. അപ്പോൾ ആ ഒരു അപ്രോച്ച് എന്തായാലും നമ്മൾ ഇന്ത്യ എടുത്തിട്ടില്ല. എന്നാൽ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു ഗുണം എന്താ വെച്ചാൽ എൻഷുർ ചെയ്യും റിസോഴ്സ്, എന്താ പറയുക, ആക്ച്വൽ ബിഡിൽ ഓഫർ ചെയ്യുന്നവർക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള എടുക്കും. ആൻഡ് യൂട്ടിലൈസ് ചെയ്യപ്പെടും ഓൺലി ഇഫ് ദ പ്രൈസ് ഇസ് വയബിൾ ഫോർ ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രിക്ക് വർക്കബിൾ ആണെങ്കിൽ, പ്രാക്ടിക്കൽ ആണെങ്കിൽ അല്ലേ, വയബിൾ ആണ് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന രീതിയിൽ ഓപ്ഷൻ ഹെൽപ്പ് ചെയ്യും. ഇന്ത്യസ് ടെലികോസ് പോയിന്റ് ടു ദി ഫാക്ട് ദാറ്റ് even today, their ability to invest in the infrastructure required to cover the length and breadth of the country and simultaneously ensure optimum reach and availability of signals in dense urban areas is somewhat constrained by the high cost of spectrum relative to the global average, as well as one of the lowest realizations in terms of average revenue per user. For the government to realize its goal of netting optimum revenue from the auction of spectrum, even as it ensures that India does not end up lagging behind in
അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ അവസ്ഥയിലോട്ട് ഒന്ന് കയറി ചെല്ലാം. അപ്പോൾ ഇന്ത്യയുടെ ടെലികോം ഇൻഡസ്ട്രിയിൽ എടുത്ത് നോക്കുവാണെങ്കിൽ അവർ പോയിന്റ് ചെയ്യുന്ന ഫാക്ട് ഇതാണ്. ഇന്നത്തെ ഒരു കാലയളവിൽ ഇന്ത്യയുടെ ഇന്ത്യക്ക് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഇൻഫ്രാസ്ട്രക്ചറിൽ. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് ടു കവർ ദ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് ദ കൺട്രി അല്ലേ. അത് മൊത്തത്തിൽ നമ്മൾ 5G സ്പെക്ട്രം കൊണ്ടുവരണമെങ്കിൽ അതിന് വേണ്ടി ഇന്ത്യക്ക് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അതിൽ അല്ലേ. ആൻഡ് അതുപോലെ തന്നെ സൈമിൾട്ടേനിയസ് അതോടൊപ്പം തന്നെ ഒപ്റ്റിമം റീച്ച് എല്ലാവരിലോട്ടും എൻഷുർ ചെയ്യണം. ഒപ്റ്റിമം റീച്ച് എല്ലാവരിലോട്ടും അത്യാവശ്യം എത്താൻ പറ്റണം. ആൻഡ് സിഗ്നൽ അവൈലബിലിറ്റി വേണം എല്ലായിടത്തോട്ടും. ഇപ്പോൾ 5G ലോഞ്ച് ചെയ്ത എല്ലായിടത്തോട്ടും എത്തണം. അതിപ്പോൾ ഡെൻസ് ആയിട്ടുള്ള അർബൻ ഏരിയാസിൽ അതുപോലും പോലും കൺസ്ട്രെയിൻഡ് ആയിട്ടുണ്ട് റെസ്ട്രിക്റ്റഡ് ആയിട്ടുണ്ട് ബിക്കോസ് ഓഫ് ദ ഹൈ കോസ്റ്റ്. പൈസ കൂടുതലായതുകൊണ്ട് അത് എത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് റിലേറ്റ് ടു ദ ഗ്ലോബൽ ആവറേജ്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ആൾക്കാരുടെ മൊത്തത്തിൽ എടുക്കുവാണെങ്കിൽ നമ്മുടെ ഗ്ലോബലി അല്ലെങ്കിൽ മൊത്തം നെറ്റ് ഇതിലോട്ട് എടുക്കുവാണെങ്കിൽ ആവറേജ് റവന്യൂ ഓരോ ആൾക്കാരുടെ ആവറേജ് റവന്യൂ പെർ യൂസർ എടുത്ത് നോക്കുവാണെങ്കിൽ അതും നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതെല്ലാം കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ട്രൈയുടെ റെക്കമെൻഡേഷൻ ഇച്ചിരി ഒരു മാറ്റം വരുത്തണമെന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം? ഗവൺമെൻറ് ഇതിൻ്റെ നമ്മളൊരു നെറ്റ് എല്ലാം ബാക്കി നിർത്തിക്കൊണ്ട് അവസാനം വരുന്നത് ഇപ്പോൾ നെറ്റ് റവന്യൂ എന്നൊക്കെ നമ്മൾ പറയാമല്ലോ. എല്ലാം അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന എന്താണ് റിമൈനിങ് ആയിട്ടുള്ള ഒപ്റ്റിമം റവന്യൂ ഓപ്ഷനിൽ നമുക്ക് കിട്ടുന്ന സ്പെക്ട്രത്തിന് ഓപ്ഷനിൽ നമുക്ക് കിട്ടുന്ന എത്രയാണ് അത് ഇന്ത്യ ആൻഡ് ആ ഒരു റവന്യൂ നമുക്ക് കിട്ടിയാൽ ഈവൻ ആസ് ഇറ്റ് എൻഷുവേഴ്സ് ഇന്ത്യ ഡസ് നോട്ട് എൻഡ് ലാഗിങ് അങ്ങനെ പോയാൽ ഇന്ത്യ ലാഗ് ചെയ്ത് ബാക്കിലാവില്ല ഇൻ റോൾ ഔട്ട് ഓഫ് 5G ടെലികോം സെക്ടേഴ്സ്. പോളിസി മേക്കേഴ്സ് നീഡ് ടു ഇൻസിസ്റ്റ് ചെയ്യണം, നിർബന്ധിക്കണം. ട്രൈ റിവിസിറ്റ് ഇറ്റ്സ് റെക്കമെൻഡേഷൻ. ദ എക്കോണമി ക്യാൻ ഇൽ അഫോർഡ് ആൻഡ് എനി ഫർദർ ഡിസ്റപ്ഷൻസ് ഇൻ ദി ലിഞ്ച്പിൻ സെക്ടർ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ 5G സെക്ടറിൻ്റെ ലോഞ്ചിന് അത് കൊണ്ടുവരണം. അത് ലോഞ്ചിൽ പിടിച്ചു വെക്കാൻ പോളിസി മേക്കേഴ്സ് ചെയ്യേണ്ട കാര്യം ഇതാണ്. അവർ ട്രൈയോട് ഇൻസിസ്റ്റ് ചെയ്യുക, നിർബന്ധമായിട്ട് അവരൊന്ന് പെർസ്വേഡ് ചെയ്യുക, അവരോട് ഇൻസിസ്റ്റ് ചെയ്യുക, പറയുക റെക്കമെൻഡേഷൻ ഒന്ന് റീവിസിറ്റ് ചെയ്യണമെന്നും. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എക്കോണമി എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കോണമി അത് ബാധിക്കും അല്ലെ. കൊണ്ടത് എന്ത് ചെയ്യാൻ പറ്റില്ല, അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ദേ കെ നോട്ട് അഫോർഡ് ഇറ്റ്. അതാണ് ക്യാൻ ഇൽ അഫോർഡ് എന്ന് പറഞ്ഞാൽ ദറ്റ് കെ നോട്ട് അഫോർഡ് എനി ഫോർ ദ ഡിസ്റപ്ഷൻസ്. എന്തെങ്കിലും ഡിസ്റപ്ഷൻസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വന്നാൽ ഇതുപോലത്തെ ഒരു കോർ സെക്ടറിൽ ഇത്രയും നല്ലൊരു കോർ സെക്ടറിൽ ഇങ്ങനെ ഒരു കാര്യം, അതായത് നമ്മുടെ ടെലികോം മാർക്കറ്റിംഗ് സെക്ടറിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ ബാധിച്ചാൽ അത് വല്ലാണ്ട് ഇക്കോണമി ബാധിക്കും. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ ആകെപ്പാടെ നല്ല രീതിയിൽ നിൽക്കുന്ന കുറച്ച് സെക്ടറാണ് ഈ ടെലികോം ഇൻഡസ്ട്രിക്ക്. അപ്പോൾ ആ ടെലികോം ഇൻഡസ്ട്രി അത് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്കോണമി സ്റ്റീപ്പ് ഇൻ ടു ഇതിലോട്ട് വരും. അതാണ് പ്രശ്നം. അപ്പോൾ അതാണ് ആർട്ടിക്കിളിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇറ്റ്സ് ഹൈലി അനലിറ്റിക്കലാണ്, കംപ്ലീറ്റ് അനലിറ്റിക്കലാണ് ആൻഡ് ഇറ്റ്സ് ഓൾസോ ഇൻഫർമേറ്റീവ് അല്ലേ. ഇൻഫർമേറ്റീവ് ആയ ആർട്ടിക്കിളും കൂടിയാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയല്ലോ, എന്തായാലും ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയല്ലോ. വി ആർ ബിലീഗേർഡ് ബൈ പ്രോബ്ലംസ്. യാ ഓക്കെ. യെസ് ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് കുറച്ചാൽ മാർക്കറ്റിൽ മൊണോപ്പൊളി ഒഴിവാക്കാം, ബെറ്റർ സർവീസസ് കിട്ടും, മൊബൈൽ താരിഫ് റേറ്റ് കുറയും, നല്ല കോമ്പറ്റീഷൻ ഉണ്ടാവും, കുറേ പേർക്ക് ഇതിൻ്റെ ബേസിൽ ജോലി കിട്ടും. റിപ്പിൾ എഫക്റ്റ്. യെസ്, അതെ, ആ റിപ്പിൾ എഫക്റ്റാണ് നമുക്ക് വേണ്ടത്. പക്ഷേ ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല. അവിടെയാണ് പ്രശ്നം. എന്തായാലും ചെയ്യാം. മനസ്സിലായല്ലോ. നമുക്ക് നേരെ നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റനിലോട്ട് പോട്ടെ. അപ്പോൾ നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റൻ ഇന്നലത്തെ ഇതായിരുന്നു. യെറ്റ് the Rajpaksha regime cannot fully absolve itself from having led the country to the present situation. ആൻസർ പറയാവോ? പറ ആൻസർ പറ. എവിടെ പോയി പിള്ളേരെ? ആൻസർ പറ. Yet the Rajpaksha regime cannot fully absolve itself from having led the country to the present situation. എന്താണ് ഇവിടുത്തെ എറർ? സിമ്പിൾ എററാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്തു, ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്ത എററാ. ഏതാണെന്ന് പറയാമോ? വേഗം പറഞ്ഞു, നമുക്ക് വേഗം നിർത്തണം. ഇനി സാറിൻ്റെ ക്ലാസ് ഉണ്ട്, നമ്മുടെ റീസണിങ് സാറിൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ റീസണിങ് ക്ലാസ് നിങ്ങൾക്ക് വേണ്ടേ? ഓക്കെ, പറയൂ പിള്ളേർ, പറയൂ. പെട്ടെന്ന് നിർത്താൻ എന്നിട്ട് നമുക്ക്. ഓക്കെ, യാ, ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞു, ഓർമ്മയുണ്ടോ? ഓക്കെ, താങ്ക് യു.
ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു അബ്സോൾവ് എന്ന വേർബിന്റെ കൂടെ ഡെഫിനറ്റ് ആയിട്ടും ഈ വേർബിന്റെ കൂടെ അബ്സോൾവ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ അക്വിറ്റ് ചെയ്യാം അല്ലെ, കുറ്റവിമുക്തനാക്കുക അല്ലെ. അപ്പോൾ ഈ രാജപക്ഷ റഷീമിന് ഫുള്ളി കുറ്റവിമുക്തരാക്കാൻ പറ്റില്ല. ഇറ്റ്സെൽഫ് ഫ്രം അല്ല, അബ്സോൾവിന്റെ കൂടെയുള്ള ഫിക്സഡ് പ്രിപ്പോസിഷൻ എന്താണ്? ഫ്രം അല്ല, ഓഫ് ആണ്. അബ്സോൾവ് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം എന്നാണ് അല്ലേ. അപ്പോൾ ഫ്രീ ഫ്രം അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഗിൽറ്റി ഓഫ് ചാർജ്, നമ്മൾ പറയാം ഗിൽറ്റി ഓഫ് ചാർജ് അല്ലെ, ഗിൽറ്റി ഓഫ് അല്ലെ, ഗിൽറ്റി ഓഫ്. അതുപോലെ തന്നെയാണ് അബ്സോൾവ് ഓഫ്. ഓക്കെ, അബ്സോൾവ് ഒബ്ജക്റ്റ് വേണം ഉറപ്പായിട്ടും, എന്നിട്ട് ഓഫ് കൊടുക്കുക. അബ്സോൾവിന്റെ കൂടെ എപ്പോഴും ഒബ്ജക്റ്റ് വേണം, അതുകൊണ്ടാണ് ഇറ്റ് സെൽഫ് ഓഫ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അബ്സോൾവ്ഡ് ഇറ്റ് സെൽഫ് അല്ല കേട്ടോ. കനോട്ടിനോട് അബ്സോൾവ്ഡ് വരില്ല പാർവതി, അതെന്തുകൊണ്ടാണെന്ന് അറിയോ? ഹസീന താങ്ക് യു. അപ്പോൾ എന്താണ് അബ്സോൾഡ് വരാത്തതുകൊണ്ട്? കനോട്ട് എന്ന് പറയുന്നത് ക്യാൻ എന്താ നമ്മുടെ മോഡൽ ഓക്സിലറി വേർബ്. മോഡൽ ഓക്സിലറി വേർബിന്റെ കൂടെ ഒരിക്കലും V5 വരുവോ അല്ലെങ്കിൽ V2 വരുവോ V3 വരുവോ? ഇല്ല, V1 വരാൻ പാടുള്ളൂ, നിർബന്ധം. റൂട്ട് ഫോം ഓഫ് എ വേർബ് നിർബന്ധമാണ്. അപ്പോൾ അബ്സോൾവ് ഇറ്റ് സെൽഫ് ഓഫ് ഹാവിംഗ് ലെഡ് ദി കൺട്രി ടു ദ പ്രസന്റ് സിറ്റുവേഷൻ. കേട്ടോ, ശ്രദ്ധിച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ ഞാൻ അക്ഷയ് ഓർമ്മയില്ല, അക്ഷയ് ഇത് നമ്മൾ ഇന്നലെ തിരുത്തിയതാ. അക്ഷയ് സെന്റൻസ് ഫ്രെയിം ചെയ്തപ്പോൾ തന്നെ ഞാനിത് തിരുത്തിയതാ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഓർമ്മയുണ്ടായിരിക്കും, അബ്സോൾവിലൂടെ ഓഫേ വരത്തുള്ളൂ, ഫ്രം വരത്തില്ല. തെറ്റായ യൂസേജ് ആണ്. ഫ്രീ ഫ്രം ആണ്, പക്ഷേ അബ്സോൾവ് ഇറ്റ് സെൽഫ് ഓഫ്, ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഓഫ് ആണ് അബ്സോൾവിലൂടെ. പിന്നെ ഇറ്റ് സെൽഫ് വരുന്ന കാരണം വെച്ചാൽ അബ്സോൾവ് എന്നത് ഒരു ട്രാൻസിറ്റീവ് വേർബാണ്. അപ്പോൾ അതൊന്നും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു റിഫ്ലെക്സീവ് പ്രോനൗൺ ഒബ്ജക്റ്റ് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് നിർബന്ധമായിട്ടുള്ള കാര്യം. അപ്പം നമുക്ക് അടുത്ത question. ഇന്നത്തെ question നോക്കി. The bypoles suggest that the Trinamool has managed to weather the BJP's challenge and also benefits from a fragmented opposition space. The bypoles suggest that the Trinamool has managed to weather the BJP's challenge and also benefits from a fragmented opposition space. Question നോക്കുക, സ്ക്രീൻഷോട്ട് എടുക്കുക, ആൻസർ എന്നിട്ട് കോമന്റ് സെക്ഷൻ തരാം കേട്ടോ. സോ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര് KPSC ഷോർട്ട് സെലക്ഷൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് എവരിവൺ, ലൈവിൽ വന്നവർക്കും റെക്കോർഡ് കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അപ്പോൾ വീണ്ടും നിങ്ങൾ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണം. കോമന്റ് സെക്ഷനിൽ ആൻസർ നിർബന്ധമായിട്ട് അയക്കുക. നിങ്ങൾ റെസ്പോൺസ് തന്നാലേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സജഷൻസ് ഉണ്ടെങ്കിൽ പുട്ട് ഫോർത്ത് ചെയ്യാം, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ഷെയർ ഇറ്റ് അമംഗ് ആസ് മെനി ആസ് പോസിബിൾ. മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, നിങ്ങളുടെ കൊളീഗ്സ്, സ്റ്റുഡൻറ്റ് കമ്മ്യൂണിറ്റിയിലെല്ലാം എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം. അതുപോലെ നമ്മുടെ ഒരുപാട് യൂസ്ഫുൾ വീഡിയോസ് കിട്ടും. ഇപ്പോൾ 10:00 സാറിൻ്റെ ക്ലാസ് ഉണ്ട്, സുബിൻ സാറിൻ്റെ റീസണിങ് ക്ലാസ് ഉണ്ട്, കാണുക, ക്ലാസ് കൂടുക. അതുപോലെ തന്നെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ പെട്ടെന്ന് പോയി ആപ്പ് ഡൗൺലോഡ് ചെയ്തേ. ആൻഡ് ആപ്പ് ഡൗൺലോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് ഇപ്പോൾ സ്റ്റേറ്റ് എക്സാംസ് എടുക്കുക, കേരള എക്സാംസ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. ക്വിസസ് ഡെയിലി അറ്റൻഡ് ചെയ്യാൻ പറ്റും, മോക്ക് ടെസ്റ്റുകൾ. അപ്പോൾ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് അങ്ങ് പോവാം. ഓക്കെ, അപ്പോൾ വിത്തൗട്ട് നോ പെയിൻസ് നോ ഗെയിൻ. അറിയാലോ, പെയിൻ, സങ്കടം, വിഷമം, കഷ്ടപ്പാടില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ മുന്നോട്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഒരു മണിക്ക് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ഉണ്ട് ഇംഗ്ലീഷിൻ്റെ. റിമൂവേഴ്സും ഞാനും ഉണ്ടാവും. അപ്പോൾ ലുക്ക് ഫോർവേഡ് ടു സീയിങ് യു ഓൾ അറ്റ് 1 PM കാണാം. അപ്പോൾ 1 PM വരെ വിടാം. താങ്ക് യു എവ്രി വൺ ആൻഡ് ബൈ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടേക്ക് കെയർ, ബി ഹാപ്പി. ഓക്കെ, അപ്പോൾ 1 മണി.